പ്രകാശമായി നമ്മുടെ കൂടെ ഇരുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് രാത്രികാലം ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങാമോ? ദൈവസന്നിധിയോട് ചേർന്ന് പറയാമോ? കർത്താവേ, അങ്ങയുടെ അരികിൽ എന്ന് പറയണമേ, അങ്ങയുടെ ആശ്വാസം എന്റെ മേലെന്ന് പകരണമേ, അങ്ങയുടെ സാന്നിധ്യം എന്റെ മേലെന്ന് പകരണമേ. ഒരുമിച്ച് ദൈവപാദപ്പെടുത്തോടുന്ന് അടുത്തു ചേർന്നിരുന്ന കർത്താവിന്റെ സന്നിധിയോട് ചേർന്ന് ഇങ്ങനെ പറയാമോ? കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ, അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ലപ്പ. അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വെറും വട്ടപൂജ്യമാണ് പിതാവേ. അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണം. ഇരുൾ തീടും കരൾ വീടും കൃപകൾ തരും ചേർത്ത് പറയാം. എന്റെ സംഗീതവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല പാട്ടുകൾ പാടിയ ആലപ്പുഴ യൂണിറ്റ് ടീം അംഗങ്ങൾക്കുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുന്നു. അടുത്തതായിട്ട് വെൽക്കം അഡ്രസ് ആണ്. പിന്നെ ഡോക്ടർ ബെൻസി ജി ബാബു ഇപ്പോൾ മുമ്പോട്ട് വരുന്ന. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വൈകിയ വേളയിൽ ആലപ്പുഴ യൂണിറ്റിന്റെ ഉദ്ഘാടനമായി ഇങ്ങനെ സൂമിൽ കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവമിടയാക്കിയ നല്ല അവസരം ദൈവസാന്നിധ്യം നമ്മുടെ നന്നായി സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന മേഖലകളിൽ ആ സാന്നിധ്യം അനുഭവിച്ചാണല്ലോ കൃത്യയാൽ അനുഭവമായിരിക്കുന്നത് സാഗരം അറിയിക്കുക എന്നുള്ളത്. മീറ്റിങ്ങിന് അധ്യക്ഷത അലങ്കരിക്കുന്ന നമ്മുടെ കേരള ചാപ്റ്ററിന്റെ വൈസ് പ്രസിഡന്റും അപ്പോൾ തന്നെ ശ്രദ്ധയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ പീറ്റർ ജോയ് അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് പകൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ആലപ്പുഴ യൂണിറ്റിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുവാനായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ക്രൈസ്തവ എഴുത്തുപുരയുടെ ജനറൽ ട്രഷററായി സേവനമനുഷ്ഠിക്കുന്ന ബ്ലസൻ ചെറിയനാട് അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവവൃത്തിനെ ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. പകൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആയിരിക്കുന്നത് ഡോക്ടർ ബ്ലസൻ മേമന അവറുകളാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഗാനങ്ങളും അതോടൊപ്പം തന്നെ മെസ്സേജുകളും നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ആർദ്രമായിട്ട് ഡോക്ടർ ബ്ലസൻ മേമനെ മീറ്റിംഗിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. കൃത്യാൽ മീറ്റിംഗിൽ മാനേജ്മെന്റ് ടീം അംഗങ്ങൾ അനവധി പേർ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ സന്തോഷം. പലരുടെയും പേരുകൾ ഞാൻ കാണുവാനിടയായി തീർന്നു. നമ്മുടെ പത്രത്തിന്റെ ചീഫ് എഡിറ്ററൊക്കെ ആയി പ്രവർത്തിക്കുന്ന ആശർ മാത്യു, അങ്ങനെ വിവിധ പേരുകൾ ഇന്ന് ഞാൻ കാണുവാനിടയായി തീർന്നു. പലരുടെയും പേര് കാണാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. എല്ലാവരെയും ഞങ്ങൾ ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ വിലയേറിയ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു.
ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ കടന്നു വരുന്നത്. വളരെ സന്തോഷകരമാണ്. ഞങ്ങളുടെ നന്ദി അറിയിക്കുകയും നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ എഴുത്തുപുര കേരള ചാപ്റ്റർ വളരെ വിപുലമായ നിലയിൽ പ്രവർത്തനങ്ങൾ നടക്കുകയും അത് നല്ലൊരു ടീം പ്രതിയാൾ ക്രൈസ്തവ എഴുത്തുപുര കേരള ചാപ്റ്ററിന്റെ സേവനം അനുഷ്ഠിക്കുന്നത് ബ്രദർ ജിനു വർഗീസ് അവറുകളാണ്. ജിൻ സാറിനോട് ചേർന്ന് ഒരു 16 ടീം കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. പ്രിയ ജിൻചാന്റെ ആ നേതൃത്വം ക്രൈസ്തവ എഴുത്തുവരയ്ക്ക് കേരള ചാപ്റ്ററിന് വളരെ അനുഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ വലിയ സഹകരണം പല യൂണിറ്റുകളുടെയും രൂപീകരണത്തിന് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ജിൻചാനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. വലിയ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ജിവിൻ ഫിലിപ്പ് പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു. അദ്ദേഹത്തിന്റെ വിലയേറിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. ഈ മീറ്റിംഗിൽ ഹാർദവമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രസിഡന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ വളരെ ഒരു ടീം ശക്തമായി തന്നെ ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ നമുക്ക് ആലപ്പുഴ യൂണിറ്റും ഇങ്ങനെ രൂപീകരിക്കുവാനും അതിന്റെ ഉദ്ഘാടനമായിട്ടൊക്കെ കൂടി വരുവാനും ഇടയായി തീർന്നത്. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മറ്റു വൈസ് പ്രസിഡന്റുമാരുണ്ട്. പ്രതിയാൾ കേരള ചാപ്റ്ററിന്റെ ജോയിന്റ് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുകയും അപ്പർ റൂമിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഷോളി വർഗീസ് ആന്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ആലപ്പുഴ യൂണിറ്റിന്റെ കോർഡിനേറ്ററായി ശ്രദ്ധയുടെ അസോസിയേറ്റ് ഡയറക്ടറുമായി സേവനം അനുഷ്ഠിക്കുന്ന സുജ സജി ആന്റിയെ ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് വിവിധ കമ്മിറ്റി അംഗങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. മിഷൻ ഡയറക്ടർ ബെന്നി ജോൺ പാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ പത്രത്തിന്റെ ചുമതലയിലായിരിക്കുന്ന പാസ്റ്റർ ബിൻസൺ, അതുപോലെ തന്നെ നമ്മുടെ കേരള ചാപ്റ്ററിന്റെ ട്രഷററായി സുസ്ഥിരമായ സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ബെൻസൺ പാസ്റ്ററെ അവർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അതിലെല്ലാം ഉപരിയായി ഈ ആലപ്പുഴ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് രൂപീകരിക്കുവാൻ അത്യുത്സാഹത്തോടെ പ്രവർത്തിച്ച ഒരു ദൈവവൃത്തിനാണ് ജെയ്സു. കേരള ചാപ്റ്ററിന്റെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ പിൻപിലുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത് പ്രിയ ജെയ്സു ആണ്. ജെയ്സുവിന്റെ വലിയ ആ മനസ്സിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മറ്റ് എല്ലാ ഭാരവാഹികളെയും കേരള ചാപ്റ്ററിന്റെ ഭാരവാഹികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് യൂണിറ്റുകളുടെ ഭാരവാഹികളായിട്ട് സേവനമനുഷ്ഠിക്കുന്നവരും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നു. അവരുടെയും സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. നമുക്കൊന്നിച്ച് ദൈവരാജ്യത്തിന് മേൽ ക്രൈസ്തവ എഴുത്തുപുരയുടെ പ്രവർത്തനങ്ങളെ ദൈവം വീണ്ടും വിശാലപ്പെടുത്തട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഈ ആലപ്പുഴ യൂണിറ്റിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അവസരം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കും. വളരെ നന്ദി ഡോക്ടർ ബെൻസി. ഞാൻ അങ്ങേക്കും അങ്ങേ സ്വാഗതം ചെയ്യുന്നു ഈ മീറ്റിംഗിലേക്ക്. അടുത്തതായിട്ട് നമുക്ക് ധാരാളം ആളുകൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ സമയം അധികം വേസ്റ്റ് ചെയ്യാതെ തന്നെ മുമ്പോട്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മധ്യത്തിൽ ദേവദാസൻ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ ക്രൈസ്തവ എഴുത്തുപുരയെ പറ്റിയുള്ളതായ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനാണ് പാസ്റ്റർ ബ്ലസൻ ചെറിയനാട്. ഞാൻ വളരെ ദീർഘവർഷത്തെ പരിചയം അദ്ദേഹത്തിനുണ്ട്. ക്രൈസ്തവ എഴുത്തുപുരയിൽ ഞാൻ പ്രവർത്തിക്കുവാൻ തുടങ്ങിയ ആ സമയം മുതൽ അദ്ദേഹവുമായിട്ട് നല്ല അടുത്ത പരിചയവും സ്നേഹവും ഉള്ള ഒരാളാണ്. അദ്ദേഹം ക്രൈസ്തവ എഴുത്തുപുര മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജനറൽ ട്രഷററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അത് മാത്രമല്ല, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു സീനിയർ ശുശ്രൂഷകനാണ് അദ്ദേഹം. ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനാണ് പാസ്റ്റർ ബ്ലസൻ ചെറിയനാട്. ഇന്ന് ഈ ആലപ്പുഴ യൂണിറ്റിന്റെ ഉദ്ഘാടനം ചെയ്യുവാൻ അദ്ദേഹത്തെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹത്തിന് അവസരം നൽകുകയും ചെയ്യുന്നു.
യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വിനീത വന്ദനങ്ങൾ. ക്രൈസ്തവ എഴുത്തുപുരയ്ക്ക് ഇത് അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. വളരെ ചുരുങ്ങിയ നിലയിൽ നിന്ന് കർത്താവിന്റെ കൃപയാൽ പടർന്ന് പന്തലിച്ച് വിശേഷാൽ 2019-21 കാലഘട്ടങ്ങളിലെ 2 വർഷത്തെ ക്രൈസ്തവ എഴുത്തുപുര മാനേജ്മെന്റ് ടീമിന്റെ വിഭാവനം, ക്രൈസ്തവ എഴുത്തുപുരയുടെ പ്രവർത്തനങ്ങൾ, ഒരു ഹൊറിസോണ്ടൽ ഗ്രോത്ത്, ഒരു വിശാല വളർച്ച എന്നുള്ളതായിരുന്നു. ഇതിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ എല്ലായിടത്തും എത്തുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ ഡോക്ടർ പീറ്റർ ജോയ് അവറുകൾ മനോഹരമായ വാക്കുകളിലൂടെ ഞങ്ങളുടെ ബന്ധവും അടുപ്പവും പറഞ്ഞു. ഇന്ന് ഈ മീറ്റിംഗിന്റെ അവസാന ഭാഗങ്ങളിൽ സംഗീത ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ക്ഷണിച്ച അനുഗ്രഹീത കർത്തൃദാസൻ ഡോക്ടർ ബ്ലസൻ മേമന എൻ്റെ അടുത്ത സ്നേഹിതനാണ്. ക്രൈസ്തവ എഴുത്തുപുര മാനേജ്മെന്റ് ടീം അംഗമായിരിക്കുന്ന ആഷർ മാത്യു നമ്മുടെ നടുവിലുണ്ട്. കേരള ടീമിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജിനു വർഗീസ്, വൈസ് പ്രസിഡന്റ് സുജാ സജി, റജോയ് സാറും വൈസ് പ്രസിഡന്റ് ആണ്. സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ജിബിൻ ഫിലിപ്പ്, ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിന്റെ ദാസി ഷോളി വർഗീസ്, ഞങ്ങളുടെ പ്രിയ ജയ്സു, ബഹുമാന്യ കർത്തൃദാസൻ കേരള ചാപ്റ്ററിന്റെ ട്രഷറർ ആയിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ വി യോഹന്നാൻ അവറുകൾ സാന്നിധ്യങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു, വിനീതമായി വന്ദനം ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ യൂണിറ്റുകളിൽ നിന്ന്, ചാപ്റ്ററുകളിൽ നിന്ന് ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ വന്ദനം ചെയ്യുന്നു. ഡൽഹിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ അനീഷ്, മഹാരാഷ്ട്രയുടെ ട്രഷറർ ആയിരിക്കുന്ന പ്രിയ അനു, ബാംഗ്ലൂർ ചാപ്റ്ററിലെ പ്രിയപ്പെട്ടവർ, അങ്ങനെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസൻ പാസ്റ്റർ CP രാജു അവറുകൾ ഈ മീറ്റിംഗിലുണ്ട്, വന്ദനം ചെയ്യുന്നു. ഓരോ നിലയിലും കർത്തൃകരങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ക്രൈസ്തവ എഴുത്തുപുരയുടെ ഭാഗമായി നിൽക്കുന്ന അനുഗ്രഹീതരായിരിക്കുന്ന നല്ല വൃന്ദങ്ങൾ, കേരള ക്രൈസ്തവ എഴുത്തുപുര ചാപ്റ്ററിന്റെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, വിശേഷാൽ കോഴിക്കോട്ടെ പ്രിയപ്പെട്ടവരുണ്ട്, തൃശ്ശൂരിൽ നിന്ന് പ്രിയപ്പെട്ടവരുണ്ട്, എറണാകുളം യൂണിറ്റിലെയും തിരുവനന്തപുരം യൂണിറ്റിലെയും അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഓർത്ത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുകയും അഭിവന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ക്രൈസ്തവ എഴുത്തുപുര എന്ന ആശയം ഒരു വ്യക്തിയുടെ ആശയം എന്നതിനേക്കാൾ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ ദൈവം നൽകിയ ദർശനമാണ് എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഓരോ വളർച്ചയിലും സർവശക്തനായ ദൈവം തുടർന്നു. ലളിതമെന്നും ഏതുമില്ലെന്നും സാധ്യമല്ലെന്നും തോന്നിയതിനെ കർത്താവ് നൽകിയ ദർശനപ്രകാരം ഏറ്റെടുത്തപ്പോൾ വിവിധ പ്രോജക്റ്റുകൾ, വിവിധ പ്രവർത്തന മണ്ഡലങ്ങൾ, വിവിധ ഡിവിഷനുകൾ ക്രൈസ്തവ എഴുത്തുപുരയ്ക്കുണ്ടായി. അപ്പുറം ക്രൈസ്തവ എഴുത്തുപുരയുടെ മനോഹരമായ പ്രവർത്തനങ്ങളിൽ മീഡിയയും സാമൂഹ്യ പ്രവർത്തനവും ആത്മീയ പ്രവർത്തനവും അതോടൊപ്പം എഴുത്തുകാരെ പരിപോഷിപ്പിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളും ഒക്കെ വന്നു. സംഗീത സ്നേഹികളായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രവർത്തന സാധ്യതകൾ വന്നു. എല്ലാ നിലയിലും കർത്താവ് നമ്മെ സഹായിച്ചു. കൃപയാൽ 13 ചാപ്റ്ററുകൾ കർത്താവ് വിവിധ രാജ്യങ്ങളിലായി നമുക്ക് നൽകി തന്നു. അത്യുത്സാഹത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ നമുക്കുണ്ടായിരുന്നു. വളരെ സമർപ്പണത്തോടും ദർശനത്തോടും കൂടെ പ്രവർത്തിക്കുന്ന
കർത്തൃദാസന്മാർ നമുക്കുണ്ട്. സഭാ വ്യത്യാസമിന്നെ രാഷ്ട്രീയ ചിന്തകളോ സ്വാർത്ഥ താല്പര്യങ്ങളോ ഒന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാതെ സമർപ്പണത്തോടുകൂടെ ലാളിത്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആത്മീയരുടെ കൂട്ടായ്മയാണ് ക്രൈസ്തവ എഴുത്തുപുര. കേവലം ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയല്ല ക്രൈസ്തവ എഴുത്തുപുര. അപ്പുറം ഒരു വാട്സപ്പ് കൂട്ടായ്മയല്ല ക്രൈസ്തവ എഴുത്തുപുര. അതിനപ്പുറം കെട്ടുറപ്പുള്ള ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന എന്ന നിലയിലും നമ്മുടെ പ്രവർത്തനത്തെ ദൈവം വളർത്തി. ഇന്ന് പലർക്കും അമ്പരപ്പിക്കത്തക്ക നിലയിൽ, പലർക്കും അത്ഭുതമുളവാക്കാത്ത നിലയിൽ ദൈവത്തിന്റെ കൃപയും കരുണയും നമ്മോട് കൂടെ ഇരിക്കുന്നു. ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. പലരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: പ്രവർത്തനങ്ങളുടെ പിന്നണിയിലെ സോഴ്സ് എന്താണ്? അത് സാമ്പത്തിക ഉറവിടങ്ങളെ കുറിച്ചാണ് മുഖ്യമായി ചോദിക്കുന്നത്. ക്രൈസ്തവ എഴുത്തുപുരയ്ക്ക് സ്വന്തമായി ക്രൈസ്തവ എഴുത്തുപുരയുടേതായ സാമ്പത്തിക മാർഗങ്ങൾ ഒന്നും തന്നെയില്ല. എന്നാൽ ഇന്നുവരെയും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, ക്രൈസ്തവ എഴുത്തുപുരയുടെ ഒരു പ്രവർത്തനത്തിനും സാമ്പത്തികം വിലങ്ങുതടിയായി ഇരുന്നിട്ടില്ല. തക്ക സമയത്ത് ദൈവം വേണ്ടത് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ട് വേർപെട്ടു പോയ അനുഗ്രഹീത കർത്തൃദാസനെ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു. ഗുജറാത്ത് ചാപ്റ്ററിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന കർത്തൃദാസൻ പാസ്റ്റർ എബ്രഹാം ജോൺ കഴിഞ്ഞ ദിവസം നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഇന്നലെ അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷയിൽ ക്രൈസ്തവ എഴുത്തുപുരയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. എല്ലാവരോടും ക്രൈസ്തവ എഴുത്തുപുര മാനേജ്മെന്റ് ടീമിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യം, എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഭാഗം, ക്രൈസ്തവ എഴുത്തുപുരയുടെ ആലപ്പുഴ ജില്ലാ പുതിയ ഭാരവാഹികൾ അവരുടെ പ്രവർത്തനങ്ങൾ പ്രാർത്ഥിച്ച ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒത്തിരി സന്തോഷമുണ്ട്. തിരുവെഴുത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം തിരിച്ചറിയുക എന്നുള്ളൊരു വാക്കാണ്. തിരിച്ചറിയുക. തിരിച്ചറിവ് എന്ന പദത്തിന് ഒത്തിരി അർത്ഥ ഗാംഭീര്യമുണ്ട്. ഏതു വിധത്തിലാണെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ നിയോഗങ്ങളെ തിരിച്ചറിയുന്നത്, വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുന്നത് സാധാരണമായ ഒരു കാര്യമല്ല. ലോകത്തിൽ ബുദ്ധിയുള്ളവരൊക്കെ ഓടി നടന്നത്, ചിന്തകന്മാരൊക്കെ എല്ലാ കാലവും തിരഞ്ഞു നടന്നത് ഈ അറിവിനെയാണ്. അതിലൊന്നാമത്തെ അറിവ് എന്ത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ ആര് എന്നുള്ളതാണ്. കേരളത്തിലെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടനത്തിൽ ആളുകൾ മുഴുവൻ തിരഞ്ഞു നടക്കുമ്പോൾ, ദൈവത്തെ തിരഞ്ഞു നടക്കുമ്പോൾ, ദൈവാംശത്തെ തിരഞ്ഞു നടക്കുമ്പോൾ, വളരെ കാഠിന്യമേറിയ ആ മലമുകളിൽ ചെല്ലുമ്പോൾ, ഏറിയ കാലങ്ങളിലെ നോമ്പും വ്രതവുമേറ്റ ഈ മനുഷ്യർ തുറക്കപ്പെട്ട നടയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം വായിക്കും. ആ വാക്കിതാണ്: തത്വമസി, അത് നീയാണ്. അവനവനിലെ വ്യക്തിത്വത്തെയും അവനവനിലെ ദൈവാംശത്തെയും കണ്ടെത്തുവാനാണ് മനുഷ്യൻ എക്കാലവും അലഞ്ഞു നടന്നിട്ടുള്ളത്. എന്നാൽ അതിനുത്തരം തരുന്നൊരു പുസ്തകം നമ്മുടെ കരഗതമായിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. ഏത് കാലഘട്ടത്തിലും മനുഷ്യൻ ദൈവത്തോടും മനുഷ്യരോടും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, സ്വയം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം: ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ എന്തിനാണ്? ഈ മൂന്ന് കാര്യങ്ങൾക്കും സുവ്യക്തമായ മറുപടി നൽകുന്നൊരു പുസ്തകം നമ്മുടെ കരഗതമായ വിശുദ്ധ വേദപുസ്തകമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 12-ാം അധ്യായത്തിൽ പ്രാരംഭ വാക്കുകളിൽ തന്നെ എഴുതിയിരിക്കുന്നത്: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുക എന്നെഴുതിയിരിക്കുന്നത്. മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവഹിതത്തിന്റെ തിരിച്ചറിവാണ് എല്ലാ കാലവും മനുഷ്യനെ മനുഷ്യനായും മനുഷ്യ സ്നേഹിയായും ദൈവമനുഷ്യനായും മാറ്റിയിട്ടുള്ളത്. തിരുവെഴുത്തിൽ ഉടനീളം നാം പരിശോധിച്ച് പഠിച്ചാൽ നമുക്കതിന് ആധാരമായ ചിന്തോദ്ദീപങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ, അവസരങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈ വിധത്തിൽ തിരുവെഴുത്തിൽ നാം പഠിച്ചു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്ക്
അല്പം കൂടെ ഗാംഭീര്യമേറിയ വാക്കാണ്. ആ വാക്കിനെയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ദൃഷ്ടിയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണത്. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവയെ മുന്നൊരുക്കിയിരിക്കുന്നു. മനുഷ്യൻ ആര് എന്ന ചോദ്യത്തിന് ഇത്രയും വ്യക്തമായ ഒരു മറുപടി മറ്റെവിടെയെങ്കിലും കാണും എന്നെനിക്ക് തോന്നുന്നില്ല. മറ്റെവിടെയെങ്കിലും അനുയോജ്യമായ ഒരു മറുപടി, ഇതുപോലെ വ്യക്തമായ ഒരു മറുപടി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രദ്ധിക്കണം, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക് നിങ്ങൾ ദൈവത്തിന്റെ കൈപ്പണി ആകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ കൈപ്പണിയാകുന്നു. POC ബൈബിളിൽ ആ ഭാഗം എഴുതിയിരിക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ ശില്പങ്ങൾ ആകുന്നു എന്നാണ്. സിംപ്ലിഫൈഡ് മലയാളം വേർഷൻ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടേതിനകത്ത് എഴുതിയിരിക്കുന്ന പദം നിങ്ങൾ ദൈവത്തിന്റെ കരവേല ആകുന്നു എന്നാണ്. ഹാൻഡ് ക്രാഫ്റ്റ്. ലോകത്തിൽ ഏറ്റവും ഒരു മനുഷ്യൻ തിരിച്ചറിയേണ്ടുന്ന കാര്യം, നിങ്ങൾ ദൈവത്തിന്റെ കൈകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന യുണിക്കായിട്ടുള്ള, മറ്റൊരാളുമായി കമ്പയർ ചെയ്യാനില്ലാത്ത, ദൈവഹിതത്തിന്റെ സാക്ഷാത്കാരത്തിന് ഉതകുന്ന ഏറ്റവും നല്ലതൊന്നായി ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പലർക്കും നമ്മുടെ ചിന്താഗതികളിൽ ഏറ്റവും അപര്യാപ്തമായിട്ടുള്ള, ഏറ്റവും എക്സ്ക്യൂസ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പലതും അല്ല എന്നുള്ളതാണ്. എനിക്ക് പണമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് യോഗ്യതകളില്ല, എന്നെ കൊണ്ട് നടക്കില്ല. പക്ഷേ ഈ രാത്രിയിൽ തിരുവെഴുത്തിന്റെ ആധികാരികതയിൽ എനിക്ക് നിങ്ങളോട് പറയുവാൻ ആഗ്രഹമുള്ള വാക്ക്, നിങ്ങൾ ദൈവത്തിന്റെ കരപണിയായി, മോസ്റ്റ് യൂസ്ഫുള്ളായി, ഏറ്റവും പ്രയോജനപ്രദമായി ദൈവത്തിന്റെ കരത്താൽ നിർമ്മിതമായതാണ്. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഒരു കുടുംബത്തിൽ ജനിക്കപ്പെട്ട 2 പേർ, ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവർ തികച്ചും വിഭിന്നരാണ്. ഒരു സഭയിൽ ആരാധിക്കുന്നവർ തികച്ചും വിഭിന്നരാണ്. ഒരേ സ്കൂളിൽ പഠിക്കുന്നവർ തിരിച്ചും വിഭിന്നരാണ്. സാമ്യതകൾ നിരവധി ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായ സാമ്യതകൾക്കപ്പുറം മറ്റൊരുവനിൽ നിന്ന് ഒരുവൻ വ്യത്യസ്തനാണ്. ആ വ്യത്യസ്തത നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. പകരക്കാരില്ലാത്ത ഒരു ദൈവ നിർമ്മിതിയായി സ്വർഗസ്ഥ ദൈവം നമ്മെ നിർമ്മിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ കേൾക്കണം, അതെവിടെയാണ് നാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, എന്തിനാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഗുഡ് ന്യൂസ് ബൈബിളിൽ ആ വാക്യം എഴുതിയിരിക്കുന്ന ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. God has made what we are. നാം എന്തായിരിക്കുന്നോ അതായി ദൈവം നമ്മെ നിർമ്മിച്ചിരിക്കുന്നു. പലപ്പോഴും കമ്പയർ ചെയ്തിട്ട്, മറ്റൊരുവരുമായി സാമ്യപ്പെടുത്തിയിട്ട്, തുലനം ചെയ്തിട്ട് നാം ഇന്നതല്ല എന്ന് പറയുമ്പോൾ ഈ രാത്രിയിൽ തിരിച്ചറിയണം, നിങ്ങൾ എന്തായിരിക്കുന്നുവോ അതായി തന്നെ ദൈവം നിങ്ങളെ നിർമ്മിച്ചിരിക്കുന്നു. അക്സെപ്റ്റ് ദ റിയാലിറ്റി. വ്യക്തിത്വത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുക, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുക, ശരീരത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുക, കുടുംബത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുക, നിങ്ങളുടെ സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുക. കാരണം നിങ്ങൾ എന്തായിരിക്കുന്നോ അതായി ദൈവം നിങ്ങളെ നിർമ്മിച്ചിരിക്കുന്നു. അടുത്ത വാക്യത്തിന്റെ അവസാന ഭാഗം, നിങ്ങൾ ചെയ്യേണ്ടത് എന്തെല്ലാമുണ്ടോ അതിന് വേണ്ടതെല്ലാം ദൈവം നിങ്ങൾക്ക് മുൻ നിയമിച്ചിരിക്കുന്നു. ഒരു പക്ഷേ നമ്മൾ സ്പെഷ്യലി ചലഞ്ചഡ് ആയിട്ടുള്ള, സ്പെഷ്യൽ ടാലന്റഡ് ആയിട്ടുള്ള, സ്പെഷ്യലി ഏബിൾ ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ണില്ലാത്തവന്റെ ശബ്ദത്തിനുണ്ടാകുന്ന മാധുര്യം ദൈവം അവനെ അതായി നിർമ്മിച്ചത് കൊണ്ടാണ്. എല്ലാ സാധ്യതകളും ഉള്ളപ്പോൾ ഇന്ന് രാത്രിയിൽ നാം പലതിനോട് നോ പറയുമ്പോൾ, ബലഹീനതകൾ കൊണ്ട് പലരും നമ്മേക്കാൾ നന്നായി
ദൈവകരങ്ങൾ പ്രയോജനപ്പെടുമ്പോൾ ഈ രാത്രികൾ തിരിച്ചറിയണം, ദൈവം ഓരോരുത്തരെയും എന്തായിരിക്കുന്നോ അതായി തന്നെ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് ആ നിർമ്മിതിയുടെ പിന്നിൽ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതൊക്കെ ചെയ്യാൻ നാം പ്രാപ്തിയുള്ളവരാണ്. നമ്മൾ പലരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം നാം എന്തു ചെയ്യണമോ അത് ചെയ്യുന്നവരായി തീരുന്നില്ല. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്ന സകല സാഹചര്യങ്ങൾക്കും ദൈവഹിതങ്ങൾക്കും അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ 1-ാം അധ്യായത്തിൽ പറയുന്നത്, ലോക സ്ഥാപനത്തിനു മുന്നമേ ക്രിസ്തുയേശുവിൽ നിയമിച്ചിരിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നാം ആകുന്ന ഇടത്ത്, നാം ആയിരിക്കുന്ന ഇടത്ത് എന്താണോ അവിടെ ദൈവം എന്തെല്ലാം നമുക്ക് വേണോ അതെല്ലാം നൽകി നിയമിച്ചിരിക്കുന്ന ദൈവഹിതം വെറുതെയാക്കി കളയരുത്. നമ്മൾ പലർക്കും പറ്റുന്ന അബദ്ധം എന്താണ്? നാം നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയില്ല, മറിച്ച് മറ്റു പലതും ചെയ്യുന്നവരാണ്. ലീലാമാമ മറന്നുപോയത് ഞാൻ ചെയ്തു, ബാബുച്ചായൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു, ജോയിച്ചായൻ വിട്ടുപോയത് ഞാൻ ചെയ്തു. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതല്ല. നീ ചെയ്യേണ്ടത് നീ ചെയ്തോ, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തോ. മറ്റുള്ളവരുടെ കുറവ് തീർക്കുന്നതും പകരക്കാരാകുന്നതും ഒരാൾക്ക് പരാജയം ഉണ്ടാകുമ്പോൾ കൈത്താങ്ങൽ കൊടുക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ദൈവം നമ്മോട് ചോദിക്കുന്നത് മറ്റൊരാൾ ചെയ്യേണ്ടത് നാം ചെയ്തോ എന്നുള്ളതല്ല, ദൈവം നമ്മെ ഏൽപ്പിച്ചത് നാം ചെയ്തോ, ദൈവം നമ്മെ നിയമിച്ചതിൽ നാം വിജയം കൈവരിച്ചുവോ, ദൈവം നമ്മെ നിയോഗിച്ചത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞുവോ. ഈ രാത്രിയിൽ ഈ ആലപ്പുഴ ജില്ലയിലെ എന്റെ പ്രിയ സ്നേഹിതരായിട്ടുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ള ദൂതിതാണ്. പരിശുദ്ധാത്മ നിയോഗത്തോടെ ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ നിങ്ങളോട് പങ്കിടുവാനുള്ള ദൂതിതാണ്. മറ്റു പലർ പലതും ചെയ്തിരിക്കും, അതൊക്കെ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. പക്ഷേ ദൈവം നമ്മെ എന്തേൽപ്പിച്ചുവോ, എന്തിനായി ഏൽപ്പിച്ചുവോ, എവിടെ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നുവോ അവിടെ ദൈവം നമ്മെ ഏൽപ്പിച്ചത് നമ്മുടെ കരത്തിൽ തന്നതിനെ നന്നായി ചെയ്യുവാൻ വേണ്ടുന്ന കൃപ ഇന്ന് രാത്രിയിൽ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക, അതിനെ തിരിച്ചറിയുക. രണ്ടാമത് സംഭവിക്കുന്ന ഒരു കാര്യം, അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം കർത്താവ് പകരം നൽകുന്നത്. നമ്മൾ പലരുടെയും ചിന്ത എന്താണ്? ആരാധനയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള മാർഗമെന്നാണ്. ആരാധനയേക്കാൾ നാം തിരിച്ചറിയേണ്ടത് പ്രവർത്തികളിലാണ് ദൈവം പ്രസാദിക്കുന്നത്. കയ്യിനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചതുപോലെ നമ്മിലും നമ്മുടെ പ്രവൃത്തിയിലും പ്രവർത്തനങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നിയമിച്ചത് അത് ചെയ്യുവാൻ വേണ്ടുന്ന എല്ലാ കൃപയും ദൈവം നൽകട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നമ്മുടെ മുന്നിൽ തരുന്ന പല കാര്യങ്ങളും ചലഞ്ചിങ് ആയിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതിന് വേണ്ടതൊക്കെ തരാൻ ദൈവത്തിന് കഴിയും. ക്ഷാമകാലത്ത് ദേശത്തൊരിടത്ത് പോലും ആഹാരമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു കാകനോട് ദൈവം പറഞ്ഞു ഏലിയാവിന് ആഹാരം കൊടുക്കണമെന്ന്. സത്യത്തിൽ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, കാക്കകളോട്, റേവൻസ് എന്നാണ് ആ വാക്ക്, കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. കാക്കകളോട് കൽപ്പിക്കുമ്പോൾ കാക്കി ഒരിക്കലും ദൈവത്തോട് പറഞ്ഞില്ല, ദൈവമേ ഈ ക്ഷാമകാലത്ത് ഞാൻ എവിടെ പോയി ആഹാരം ഉണ്ടാക്കും, ഈ ക്ഷാമകാലത്ത് എവിടെ പോയി ആഹാരം ഉണ്ടാക്കും, എവിടെ നിന്ന് നീ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ ഞാൻ പൂർത്തീകരിക്കും. ആ ഭാഗത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കാകൻ എന്ന് പറയാഞ്ഞതിന്റെ കാരണം ഇന്നലകളിൽ നടത്തിയ ദൈവത്തിന്റെ അത്ഭുതവും കൃപയോ അവൻ അറിയാം. ഇന്നലകളിൽ നടത്തിയ ദൈവത്തിന്റെ മഹാശക്തി അറിയാം. ഒന്നും അറിയാതിരിക്കുമ്പോൾ, പറക്കാൻ ചിറകുകളില്ലാതിരിക്കുമ്പോൾ, പപ്പും പുടയുമില്ലാതിരിക്കുമ്പോൾ, ആഹാരം തേടിപ്പിടിക്കാൻ ശക്തിയില്ലാതിരിക്കുമ്പോൾ, ഇരിക്കുന്ന ഇടത്ത് കൂട്ടിലിരുന്ന് കരയുമ്പോൾ, കരയുന്നിടത്ത് ആഹാരം എത്തിക്കുന്ന ദൈവത്തിന്റെ കരുണയുടെ കരം ഇന്നലകളിൽ എനിക്ക് വലുതായിരുന്നെങ്കിൽ ഉറപ്പാണ് ഇന്നലകളിൽ എന്നെ കരുതാൻ കഴിയുന്ന കർത്താവിന് എന്റെ മേൽ ഫലമേൽപ്പിതമായിരിക്കുന്ന ദൗത്യത്തെ പൂർത്തീകരിക്കാനുള്ള വഴികളെയും നൽകി തരുവാൻ കഴിയും. ഇന്നലകളിൽ അത് അനുഭവിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ ഇരിക്കുന്നിടത്തിരുന്ന് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഇന്നലകളിൽ ദൈവം എന്നെ നടത്തിയത് ഓർത്താൽ, ഇന്നലകളിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താൽ, ഇന്നലകളിൽ ദൈവം എന്നെ നടത്തിയ വഴികൾ ഓർത്താൽ, ദൈവത്തിന്റെ കരുതൽ എന്റെ മേലേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിന് പര്യാപ്തമാണ്. ആലപ്പുഴ ജില്ലാ ടീമിനോട് ക്രൈസ്തവ എഴുത്തുപുരയുടെ മാനേജ്മെന്റ് ടീം അംഗം എന്ന നിലയിൽ ഞാൻ പറയാം, ക്രൈസ്തവ എഴുത്തുപുര ഇന്നു വരെ നടത്തിയ ദൈവത്തിന് നിങ്ങളെ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യത്തിനും വഴി തുറന്ന് അത്ഭുതകരമായി നടത്താൻ കഴിയും. കർത്താവ് അതിന് വേണ്ടുന്ന എല്ലാ കൃപയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ നിയമിച്ചിരിക്കുന്ന നിന്റെ മുൻ നിയമനങ്ങൾക്കായി സ്തോത്രം. നീ ഞങ്ങളെ നിർമ്മിച്ചിരിക്കുന്ന നിന്റെ കരവേലയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതിന് പെർഫെക്റ്റ് ആയി ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും സാഹചര്യം കൊണ്ടും
നീ ഞങ്ങളെ പെർഫെക്റ്റ് ആയി മെനഞ്ഞിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഫലമേൽപ്പിതമായിരിക്കുന്ന അങ്ങയുടെ സൽപ്രവർത്തികൾക്കായി അതിനുവേണ്ടി ഞങ്ങൾ നിയോഗിച്ചിരിക്കുന്ന അസാധാരണമായ നിയോഗത്തിനായി സ്തോത്രം. അതിനെ ചെയ്തെടുപ്പാൻ വേണ്ടുന്ന എല്ലാ കൃപയും എല്ലാ കടാക്ഷവും നൽകണമേ. ഞങ്ങളായിരിക്കുന്ന ഇടത്ത്, ഞങ്ങളുടെ ജോലി മണ്ഡലങ്ങളിൽ, കർത്താവ് ഞങ്ങളെ ആക്കിയിരിക്കുന്ന സുവിശേഷത്തിന്റെ അടർക്കളത്തിൽ, നല്ല വയലുകളിൽ കർത്താവിന്റെ മഹത്വം ചെയ്തെടുപ്പാൻ വേണ്ടുന്ന സമസ്ത കൃപയ്ക്കും ഞങ്ങൾ അവകാശികളാണല്ലോ. ആ കൃപയെ അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്നതിനാൽ, നൽകി തരുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. എല്ലാ നിലയിലും കർത്താവ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, കൃപയുണ്ടാകണമേ. എല്ലാ നിലയിലും ഈ ആലപ്പുഴ ജില്ലയുടെ പ്രവർത്തനങ്ങളെ, നിയുക്തമായിരിക്കുന്ന പുതിയ ടീമിന് വേണ്ടുവോളം ചെയ്തെടുപ്പാൻ എല്ലാ ആശീർവാദങ്ങളും തക്ക സമയത്ത് ഇന്നയോളം നടത്തിയ ദൈവകൃപയും നൽകണമേ. അവിടുന്ന് ചെയ്യുകയാൽ സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ പ്രവർത്തനത്തെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും ദൈവം ആശീർവദിക്കണം. ആലോചനക്കാരനായി, നടത്തിപ്പുകാരനായി, നീ ഞങ്ങൾക്ക് വഴി പറയുന്നവനായിട്ടല്ല, വഴി നടത്തുന്നവനായി തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കണമേ, അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തൃക്കരങ്ങളിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ക്രൈസ്തവ എഴുത്തുപുര ആലപ്പുഴ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ദൈവകരങ്ങൾ സമർപ്പിച്ച് ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ ഞങ്ങളുടെ പ്രിയ കർത്തൃദാസൻ ബ്ലേസ്, സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ റോബിൻ അവറുകൾ, പ്രിയപ്പെട്ടവരുടെ നേതൃത്വത്തിൽ അനുഗ്രഹീതമായ ഒരു ടീമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നു. കർത്താവ് നിങ്ങളെ എല്ലാ നിലയിലും ആശീർവദിക്കട്ടെ. വിശേഷാൽ ക്രൈസ്തവ എഴുത്തുപുരയുടെ മിഷൻ കോർഡിനേറ്റർ ആയിരിക്കുന്ന എബിൻ ഈ ഗ്രൂപ്പിലുണ്ട്, മീറ്റിംഗിലുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയും വിശേഷമായി എല്ലാ പ്രിയപ്പെട്ടവരെ അഭിവന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ, പ്രവർത്തനങ്ങളിൽ സഹായിക്കട്ടെ. കർത്താവിന്റെ രാജ്യത്തിനായി, ദൈവനാമ മഹത്വത്തിനായി, നമ്മുടെ സഹജീവികളുടെ നന്മയ്ക്കായി, ക്രിസ്തുവിന്റെ പത്രങ്ങളായി പ്രയോജനപ്പെടാൻ കർത്താവ് സഹായിക്കട്ടെ, കൃപ നൽകട്ടെ. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ബ്ലസഞ്ചരനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം അങ്ങേ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തത് പ്രസന്റേഷൻ ഓഫ് KE ആലപ്പുഴ യൂണിറ്റ്. നമ്മൾ ആലപ്പുഴ യൂണിറ്റുള്ള ആളുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി കേരള ചാപ്റ്ററിൽ നിന്നുള്ള പ്രതിനിധി കോർഡിനേറ്റർ ബ്രദർ ജെയ്സുവി ജോണിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ ആലപ്പുഴ യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഈ സൂമിലൂടെ നടത്തുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിർത്തി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ഡോക്ടർ പീറ്റർ ജോയ്സ്, അദ്ദേഹത്തെ ഡയറക്ടർ, അതുപോലെ ഇന്നത്തെ ഉദ്ഘാടനം ചെയ്ത് ക്രൈസ്തവ എഴുത്തുപുര ആലപ്പുഴ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത ക്രൈസ്തവ എഴുത്തുപുര ജനറൽ ട്രഷറർ ആയിരിക്കുന്ന കേരള ചാപ്റ്ററിന്റെ പ്രതിനിധികൾ, മറ്റ് യൂണിറ്റിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ ആലപ്പുഴ യൂണിറ്റ് കഴിഞ്ഞ ഒക്ടോബർ മാസം 19-ാം തീയതി രൂപീകരിക്കാൻ ദൈവം ഇടയാക്കി. അതിന് ഞങ്ങളെ സഹായിച്ച കേരള ചാപ്റ്റർ എൻ്റെ ഭാരവാഹികളുണ്ട്. വിശാൽ പ്രസിഡന്റ്, സെക്രട്ടറി ജിബിൻ ഫിലിപ്പ്, ട്രഷറർ ബെൻസൺ യോഹന, അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും അവർക്ക് ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ നൽകുകയൊക്കെ ചെയ്തു. അവർക്ക് വിശേഷാൽ ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. അതുപോലൊപ്പം തന്നെ എന്നോടൊപ്പം ആലപ്പുഴ ജില്ലയുടെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ ഫലമേൽപ്പിച്ചത് സുജാ സജി, അതോടൊപ്പം തന്നെ ഡോക്ടർ ബെൻസി ബാബുവാണ്. ഞങ്ങൾ എത്രത്തോളം ചെയ്യുക ഞങ്ങളെ ഇടയാക്കി. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു അംഗീകരണപ്പെട്ട കമ്മിറ്റിയാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഇപ്പം എന്നിൽ നിശ്ചിതമായിരിക്കുന്നത് ആലപ്പുഴ കമ്മിറ്റിയെ പരിചയപ്പെടുത്താനായിട്ടാണ്. ആലപ്പുഴ 15-അംഗ കമ്മിറ്റിയാണ് ആലപ്പുഴ രൂപീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രസിഡന്റായിട്ട് പാസ്റ്റർ ബ്ലേസ് രാജു, ഒപ്പം തന്നെ 2 വൈസ് പ്രസിഡന്റുമാരാണ് നമുക്കുള്ളത്. ഒന്ന് പാസ്റ്റർ ജസ്റ്റിൻ KM, അതുപോലെ ബ്രദർ ബെൻസൺ മാവേലിക്കര, അതുപോലെ തന്നെ സെക്രട്ടറി ആയിട്ട് പാസ്റ്റർ റോബിൻ എബ്രഹാം. 2 ജോയിന്റ് സെക്രട്ടറിമാരാണ് നമുക്കുള്ളത്. ബ്രദർ ഡിനു T. മാത്യു ആൻഡ് ബ്രദർ പ്രിസ്റ്റിൻ P. ജേക്കബ്.
ട്രഷറായിട്ട് ബ്രദർ ജീൻ GT. അതുപോലെ തന്നെ അപ്പർ റൂമിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സർ റോസീന റോയ്. അതുപോലെ തന്നെ മീഡിയ കൺവീനറായിട്ട് ബ്രദർ ജോഷി സാം. അതുപോലെ തന്നെ മിഷന്റെ കോർഡിനേറ്ററായിട്ട് എവാഞ്ചലിസ്റ്റ് അനീഷ് വഴുവാടി. നമുക്ക് 5 കമ്മിറ്റി അംഗങ്ങളാണ് ഉള്ളത്. ബ്രദർ ബ്ലസൻ എബ്രഹാം, സിസ്റ്റർ ബിന്ദു മാത്യു, ബ്രദർ റോബിൻ തോമസ് മാത്യു, ബ്രദർ രഞ്ജു രവീന്ദ്രൻ, ബ്രദർ ബ്ലസൻ വി ഷിബു. അനുഗ്രഹിക്കപ്പെട്ട ഒരു 15 അംഗ കമ്മിറ്റിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വരുന്ന ആളുകളിൽ പ്രവർത്തിക്കുവാൻ കമ്മിറ്റിയെ ദൈവം ശക്തിപ്പെടുത്തട്ടെ. ആലപ്പുഴ കമ്മിറ്റിക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ബ്രദർ ജെയ്സു. നമുക്ക് ആലപ്പുഴ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സിനെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പാസ്റ്റർ CP രാജു അവരുടെ മോഷൻ. പാസ്റ്റർ ഉണ്ടോ? കേൾക്കാമോ? കേൾക്കാം. പാസ്റ്റർ പ്രാർത്ഥിച്ച. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം ഒരുപോലെ പകർന്നു ആലപ്പുഴ യൂണിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിയുടെ ആകട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയവും ദൈവസന്നിധി പകരാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നിത്യനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹീതമായ ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് അങ്ങേ പരിശുദ്ധ നാമത്തിന് നന്ദി കരയറ്റുന്നു. ചെറുതും വലുതുമായ ഏത് പ്രവർത്തനങ്ങളെയും തൃക്കരത്തിൽ ഏൽപ്പിക്കുമ്പോൾ തിരുനീതിയാൽ വലിയ വിടുതലുകൾ വെളിപ്പെടുത്തി ആദരിച്ച് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പിതാമഹന്മാരെ മാനിച്ച ദൈവം ഈ തലമുറയിൽ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് പലപ്പോഴും അവിടുത്തെ വീര്യഭുജത്തിന്റെ വിടുതൽ വെളിപ്പെടുത്തി ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചെങ്കിൽ ക്രൈസ്തവ എഴുത്തുപുരയുടെ പ്രവർത്തനങ്ങളെ ഇത്രത്തോളമേ ഏതുമില്ലാത്ത അനുഭവങ്ങളിൽ നിന്ന്, ഒന്നുമില്ലാത്ത പശ്ചാത്തലങ്ങളിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് സർവത്തെയും വിളിച്ചു വരുത്തിയ സർവാധിപത്യത്തിന്റെ ഉടമയായ സ്വർഗീയ പിതാവായ ദൈവമേ, അവിടുത്തെ പൊന്നോമന കുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിന്റെ മഹാകൃപയാൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രകാശനം ആത്മാവിന്റെ ശക്തിയോടെ തന്നെ ശോഭിക്കുവാനിടയാകുമാറ് ആലപ്പുഴ യൂണിറ്റിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ലഭിച്ച സന്ദർഭത്തെ ഓർത്ത് തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ വിലയേറിയ ദാസൻ സെഞ്ചുറിനാടിൽ കൂടെ കേട്ടതുപോലെ ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം നിറവേറ്റുവാൻ ഞങ്ങളെ ശക്തീകരിച്ച് ഞങ്ങളെ നിയോഗിച്ച ദൈവത്തിന്റെ കൃപയുടെ അത്യന്ത ധനം വരും ദിവസങ്ങളിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ വിവിധ മേഖലകളിൽ ക്രൈസ്തവ എഴുത്തുപുരയുടെ പ്രവർത്തന ശൃംഖലകളായി വെളിപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനും ക്രിസ്തുയേശുവിന്റെ തേജസ്സേറിയ സുവിശേഷത്തിന്റെ വ്യാപ്തിക്കും നിന്റെ കുഞ്ഞുങ്ങളെ സ്വർഗം തൃക്കരത്തിൽ ഉപയോഗിക്കണമേ. അതിനു വേണ്ട ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക അനുഗ്രഹങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട നിന്റെ മക്കളുടെ മേൽ ഈ നിമിഷം അവിടുന്ന് പരിശുദ്ധാത്മാവിൽ പ്രദാനം ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അതിശ്രേഷ്ഠ നാമത്തിൽ നിന്റെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, അപ്പോസ്തലന്മാർ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതുപോലെ, വീര്യപ്രവർത്തികൾ വെളിപ്പെട്ടതുപോലെ, അനേകർക്ക് ആശ്വാസമായതുപോലെ, അനേകർക്ക് തണുപ്പേകാൻ കഴിഞ്ഞതുപോലെ, അനേകർക്ക് പ്രത്യാശ പ്രദാനം ചെയ്യുവാൻ ഇടയായതുപോലെ നിന്റെ മക്കളെ സ്വർഗം തൃക്കരങ്ങളിൽ വരും ദിവസങ്ങൾ ഉപയോഗിക്കും. തിരുനാമം മഹത്വം എടുക്കും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. നന്ദി പാസ്റ്ററെ. ഇപ്പോൾ ആലപ്പുഴ യൂണിറ്റിന്റെ പ്രസിഡന്റ് പാസ്റ്റർ ബ്ലൈസ് രാജു
ആലപ്പുഴ യൂണിറ്റിന്റെ വരുന്ന ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെ പറ്റി ചുരുക്കി ചെറിയ വാചകങ്ങൾ പറയുന്ന. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ധ്യയെങ്കിൽ ആലപ്പുഴ യൂണിറ്റിന്റെ ഉദ്ഘാടനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായ വന്ദനത്തെ അറിയിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ കടക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കർത്താവിന്റെ ദാസന്റെ സംഗീത വിരുന്ന് തുടർന്ന് നടക്കേണ്ടതുണ്ടല്ലോ. ആമേൻ. അതിലേക്ക് എല്ലാവരും ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ആയതിനാൽ ഞാൻ വേഗത്തിൽ എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ കർത്തദാസന്മാർക്കും സ്നേഹവന്ദനം. ഞങ്ങൾ ആലപ്പുഴ ടീം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ചാപ്റ്ററും ആലപ്പുഴ കോർഡിനേറ്റേഴ്സും കൂടി തീരുമാനിച്ച് ഇങ്ങനെ ഒരു ടീമിനെ സജ്ജീകരിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂണിറ്റ് ഉദ്ഘാടന തീരുമാനങ്ങൾ എടുത്തപ്പോൾ അന്ന് എടുത്ത പല തീരുമാനങ്ങളുണ്ട്. അടുത്ത ദിവസങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പല തീരുമാനങ്ങൾ മുൻകുറിയായി പറയുവാനിടയായി തന്നു. എന്നാലും ഈ ഉദ്ഘാടനത്തിന് ശേഷം ആ കാര്യങ്ങൾ പൂർണ്ണ തോതിൽ അതിന്റെ തീരുമാനങ്ങൾ എടുക്കാമെന്ന് കോർഡിനേറ്റേഴ്സും മറ്റ് പ്രിയപ്പെട്ടവരും അറിയിച്ചത് പ്രകാരം തുടർന്നുള്ള ക്രമീകരണങ്ങൾ, കൺവെൻഷനും സൂമിലൂടെ കൺവെൻഷനുകളും ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ നമുക്ക് പൊതുവിൽ കൂടാനൊന്നും അനുവദനീയമല്ലാത്തത് കൊണ്ട് ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി കൺവെൻഷനുകളും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളായ ബ്ലഡ് ഡൊണേഷൻ പോലുള്ള പ്രവർത്തനങ്ങളിലും സജ്ജരായി തീരുവാൻ പ്രാർത്ഥനയോടും ആകാംക്ഷയോടും ഞങ്ങൾ ആയിരിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഈ കാര്യങ്ങളിൽ അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് സമയം അനുവദിച്ച പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും. താങ്ക് യു പാസ്റ്റർ ബ്ലൈസ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ സ്കൂള് തുറക്കുന്ന സമയത്ത് നമ്മൾ IT ചലഞ്ച് എന്ന പേരിൽ നിർധനരായ കുഞ്ഞുങ്ങൾക്ക് TV വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഏകദേശം 45 TV കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 3,27,500 രൂപയാണ് ഏകദേശം അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തത്. അതുപോലെ തന്നെ ഈ തണുപ്പ് കാലമാണ്. നോർത്ത് ഇന്ത്യയിലെ ധാരാളം ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്, കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി വിന്റർ ചലഞ്ച് എന്ന പേരിൽ ഒരു പ്രവർത്തനം നടത്തുവാൻ കോർഡിനേറ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡൽഹിയും ബീഹാറിലും കേന്ദ്രമാക്കി വിന്റർ ക്ലോത്തുകൾ വാങ്ങിച്ച് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും കൊടുക്കാനുള്ള ഒരു ഉദ്യമം ഈ ദിവസങ്ങളിൽ ആരംഭിക്കുകയാണ്. വിന്റർ ചലഞ്ച് എന്നാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത്. ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതർ ആർക്കെങ്കിലും ഈ ഉദ്യമത്തിൽ സഹായിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെ സഹായിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഡൽഹിയിലെ പ്രിയ പ്രസിഡന്റ് അനീഷ് ബ്രദർ, അതുപോലെ തന്നെ ഡൽഹിയിലെ ബീഹാർ പ്രസിഡന്റ് പ്രമോദ് പാസ്റ്റർ എന്നിവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഒരു ചെറിയൊരു പ്രോഗ്രാം ഇവിടെ ഉണ്ട്. നമ്മള് കഴിഞ്ഞ ജൂൺ മാസം 22-ാം തീയതി ലഹരി വിരുദ്ധ ദിനമായിരുന്നു, വേൾഡ് ലഹരി വിരുദ്ധ ദിനം. അന്ന് നമ്മളൊരു പോസ്റ്റർ കോമ്പറ്റീഷൻ മത്സരം നടത്തിയിരുന്നു. ധാരാളം ആളുകൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൽ നമ്മളൊരു 5 വിജയികളെ നമ്മൾ കണ്ടെത്തിയിരുന്നു. അവരൊക്കെ വലിയൊരു രീതിയിൽ, വലിയൊരു സ്റ്റേജിൽ, വലിയൊരു പ്രോഗ്രാമിൽ സമ്മാനം കൊടുക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നെങ്കിലും കൊറോണയുടെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഇതുവരെ സാധിച്ചില്ല. അപ്പോൾ അവർക്ക് ഇന്ന് അവരെ പരിചയപ്പെടുത്തുവാനും അവർക്ക് ആവശ്യമായ ഒരു പ്രോത്സാഹനം കൊടുക്കുവാനും ആഗ്രഹിക്കുന്നു. അതിന് ഇന്ന് എല്ലാവരും നമ്മുടെ ഈ സൂം മീറ്റിംഗിലുണ്ട്. നമ്മുടെ ധാരാളം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, കാനഡയിൽ നിന്ന്, UK നിന്ന്, US നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആ പ്രൈസ് ഒന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയും നമ്മുടെ ശ്രദ്ധയുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കുന്ന സിസ്റ്റർ സുജ സജി ക്ഷണിക്കുന്നു.
സാറേ സിസ്റ്റർ ഉണ്ടോ? ആടെ ഇതിൽ വന്നിട്ടുണ്ടോ? സൂമിലുണ്ടോ? സിസ്റ്റർ ഉണ്ട്, അൺമ്യൂട്ട് ചെയ്യാൻ പറ. സിസ്റ്റർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കുന്നില്ല. സിസ്റ്റർ കേൾക്കുന്നില്ല. സിസ്റ്റർ ഉണ്ട്. സാമൂഹ്യ സേവന വിഭാഗം സഹോദരി പറയുന്നത് കേൾക്കുന്നില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജിനു സാറെ കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നില്ല. നമുക്ക് പ്രോഗ്രാമിന് മുമ്പോട്ട് പോകാം. റേഞ്ച് ഉള്ള സ്ഥലത്തോട്ട്. എന്തോ ഞാനെന്നാ കണ്ടിന്യൂ ചെയ്തോട്ടെ? ചെയ്തോ സാർ, കണ്ടിന്യൂ ചെയ്തോ. ക്രൈസ്തവ എഴുത്തുപുര സാമൂഹിക ക്ഷേമ വിഭാഗമായ ശ്രദ്ധയുടെ നേതൃത്വത്തിൽ ആന്റി ഡ്രഗ്സ് ഡേയില് നമ്മളൊരു പോസ്റ്റർ ഡിസൈനിങ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. നമ്മൾ ആ ദിവസത്തിൽ തന്നെ അടൂര് തൊട്ട് കോട്ടയം വരെ ഒരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് ഒരു യാത്ര എഴുത്തുപുര കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിലും ശ്രദ്ധയുടെ നേതൃത്വത്തിലും ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. ആ കോമ്പറ്റീഷനിൽ 2 വിഭാഗമായിട്ടാണ് നമ്മൾ നടത്തിയിരുന്നത്. ഒന്ന് ഹാൻഡ് ഡ്രോയിങ്ങും മറ്റൊന്ന് ഡിജിറ്റൽ പോസ്റ്ററുമായിട്ട്. അത് വിജയിച്ച വിജയികളെ ഈ അവസരത്തിൽ ഞാൻ അവരുടെ പേര് വിവരം വായിക്കുകയാണ്. ബ്രൈറ്റ് രാജു ഹാൻഡ് ഡ്രോയിങ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ബ്രൈറ്റ് രാജു ചെങ്ങന്നൂർ. സെക്കൻഡ് നിദീന ബാബു കോഴഞ്ചേരി. അടുത്ത ഡിജിറ്റൽ പോസ്റ്ററാണ് റോണി രാജു എബ്രഹാം കോട്ടയം ഫസ്റ്റ് പ്രൈസും. റിക്സൺ റജി മാവലിക്കര ഡിജിറ്റൽ പോസ്റ്റർ സെക്കൻഡും. നമുക്ക് ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട്. 5 വയസ്സുള്ള ഒരു മകൻ നമുക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്തു തന്നു. ജോയൽ തോമസ് ജോൺ, പ്രിയ മകനും ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഞങ്ങളുടെ ക്യാഷ് അവാർഡ് ഉണ്ട്. ഈ വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ഈ സമ്മാനങ്ങൾ എത്തുന്നതാണ്. വിശേഷിച്ച് ആ പ്രിയപ്പെട്ടവർ, ഈ പറഞ്ഞ പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. വിശേഷിച്ച് നിങ്ങളെ എല്ലാവരെയും കേരള ചാപ്റ്ററിന്റെയും ശ്രദ്ധയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വിശേഷിച്ച് ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മാനേജ്മെന്റ് ടീം അംഗങ്ങൾ സ്റ്റാൻലി അടപ്പനാങ്കണ്ടത്തിലുണ്ട്, നമ്മുടെ എബിൻ അലക്സ് ഉണ്ട്, നമ്മുടെ ബ്ലസൻ ചെറിയനാരുണ്ട്, മറ്റ് ചാപ്റ്ററിൽ നിന്ന് കടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. വളരെ നന്ദി ജിനു സാറേ. നമുക്ക് ഈ മീറ്റിംഗിന്റെ ഏറ്റവും പരമപ്രധാനമായ ഭാഗത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രധാന അതിഥി ഡോക്ടർ ബ്ലസൻ മേമന നമ്മുടെ മധ്യത്തിലുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ആയിരിക്കുന്ന എൻ്റെ സുഹൃത്തായിരിക്കുന്ന ആഷർ മാത്യു ആശംസകൾ അറിയിക്കും. അതിനുശേഷം കോഴിക്കോട് യൂണിറ്റിലുള്ള പാസ്റ്റർ സുനിൽ പി തോമസ് ആശംസകൾ ചുരുങ്ങിയ വാചകങ്ങൾ അറിയിക്കും. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ യൂണിറ്റിന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ എനിക്കും കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ദേവദാസൻ ബ്ലസൻ മേമനയുടെ സംഗീത ശുശ്രൂഷയ്ക്കായി നമ്മൾ കാത്തിരിക്കുകയാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഈ മീറ്റിംഗിന് അധ്യക്ഷത വഹിക്കുന്ന ക്രൈസ്തവ എഴുത്തുപുര ശ്രദ്ധയുടെ ഡയറക്ടർ പീറ്റർ ജോയ് സാറ്, കേരള ചാപ്റ്ററിന് വളരെ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ജിനു സാറ്, സെക്രട്ടറി പാസ്റ്റർ ജിബിൻ, വിസ്താര ഭയത്താൽ ഞാൻ മറ്റുള്ളവരുടെ പേരുകൾ പറയുന്നില്ല, വളരെ ശക്തമായ ഒരു സന്ദേശം നൽകി ഇന്നത്തെ ഈ മീറ്റിംഗ് അനുഗ്രഹമാക്കി മാറ്റിയ ക്രൈസ്തവ എഴുത്തുപുര ജനറൽ ട്രഷറർ പാസ്റ്റർ ബ്ലസൻ ചെറിയനാട് എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. ക്രൈസ്തവ എഴുത്തുപുര എന്ന വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ ശുശ്രൂഷയെ ദൈവം ധാരാളമായി മാനിച്ചുകൊണ്ടിരിക്കുന്നു. അന്തർദേശീയ തലത്തിലേക്ക് കർത്താവ് പ്രവർത്തനങ്ങളെ വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഇത് ദൈവത്താൽ തുടങ്ങിയതായതുകൊണ്ട്, ദൈവിക പദ്ധതിയിലുള്ള കാര്യമായതുകൊണ്ട് ദൈവം അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി തീരുവാൻ ആലപ്പുഴ യൂണിറ്റിലെ പ്രിയപ്പെട്ടവർക്കും കഴിയുന്നതിൽ വളരെ സന്തോഷം. കേരള ചാപ്റ്റർ ഭാരവാഹികൾ ഞങ്ങളെ അറിയിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട
ഒരു നേതൃത്വത്തെ കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ എന്നവർ അറിയിക്കുവാൻ ഇടയായി തീർന്നു. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധ്വാനിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവിധ ആശംസകളും ക്രൈസ്തവ എഴുത്തുപുര മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ആലപ്പുഴ യൂണിറ്റിന് അറിയിക്കുന്നു. വളരെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന കേരള ചാപ്റ്ററിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും നമ്മുടെ പ്രവർത്തനങ്ങളായി കഴിഞ്ഞു. വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിൽ കോഴിക്കോട് യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് ഞങ്ങൾക്കുമായിരുപ്പാൻ സ്വർഗ്ഗ പിതാവ് നൽകിയ നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന പീറ്റർ സാർ, കേരള ചാപ്റ്ററിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അനുഗ്രഹീതമായ ദൈവദിന ശുശ്രൂഷിച്ച കർത്തൃദാസൻ, തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗീത വിരുന്ന് കേൾക്കുവാനായി അനുഗ്രഹീത കർത്തൃദാസൻ നമ്മോട് ഒരുമിച്ചുണ്ടല്ലോ. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കോഴിക്കോട് യൂണിറ്റിന്റെ പ്രത്യേകമുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ക്രൈസ്തവ എഴുത്തുപുരയുടെ ഈ വളർച്ചയിൽ വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിന്റെ വിവിധങ്ങളായ ജില്ലകളിൽ ഏതാണ്ട് 3/4 ഭാഗങ്ങളിലും യൂണിറ്റുകൾ ആകുവാൻ ദൈവം സഹായിച്ചല്ലോ. അതിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് നടക്കുന്നുണ്ടല്ലോ. ദൈവം ഈ നാളുകളിൽ നൽകിയ ദർശനത്തിനെ അടിസ്ഥാനപ്പെടുത്തി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ വിവിധങ്ങളായ നിലകളിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന പ്രവർത്തിക്കുന്ന ക്രൈസ്തവ എഴുത്തുപുരയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ആലപ്പുഴ യൂണിറ്റിന്റെ എല്ലാ ഭാരവാഹികളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആലപ്പുഴ യൂണിറ്റിന്റെ പ്രവർത്തനം എല്ലാ നിലകളിലും അനുഗ്രഹകരമായി തീരട്ടെ. ആലപ്പുഴയ്ക്ക് അതൊരു വലിയൊരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാനും കർത്താവിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് യൂണിറ്റിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ നന്ദി പാസ്റ്ററെ. ഞാൻ ഈ സമയത്ത് ആശാർ മാത്യുവിനെ ഞാൻ ഇതുവരെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തില്ല. കേരളത്തിലെ ഉള്ള നമ്മുടെ യൂണിറ്റുള്ള ആളുകൾക്ക് അധികം പരിചയമില്ല അദ്ദേഹത്തെ. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ മറന്നുപോയതുകൊണ്ടാണ് വീണ്ടും ഓർമ്മിക്കുന്നത്. അദ്ദേഹം മാനേജ്മെന്റ് കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ KEയുടെ ചീഫ് എഡിറ്ററാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്, എഴുത്തുകാരനാണ്, കഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ ആഷേറിന്റെ കഥകൾ എന്ന കഥാസമാഹാരം മിക്കവാറും ആളുകളെല്ലാം വായിച്ചു കാണും. ആനവണ്ടി എന്ന ട്രാക്ട് ഈ അടുത്തിടയ്ക്ക് പ്രസിദ്ധീകരിച്ചതാണ്. അദ്ദേഹം വളരെ നല്ലൊരു ജെന്റിൽമാനാണ്. ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ദേവദാസനാണ് അദ്ദേഹം. വളരെ ടാലന്റഡ് ഉള്ള ഒരു ആളാണ്. വളരെ നന്ദി ആഷർ സാറേ, ഞങ്ങൾ അദ്ദേഹത്തിൽ വന്നതിന് വളരെ നന്ദി അറിയിക്കും. ഇനിയും അടുത്തത് ഞാൻ ഡോക്ടർ ബ്ലസൻ മാമിന സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഞാൻ പരിചയപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അതൊരു അതിപ്രസംഗമാണെന്ന് എനിക്കറിയാം. കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ദേവദാസനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു ഡോക്ടർ പീറ്റർ, താങ്ക് യു. ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കൃപ തന്ന കർത്താവിന് എല്ലാ മഹത്വവും ആരാധനയും ഞാൻ ആദ്യമേ അർപ്പിക്കുന്നു. അനുഗ്രഹീതമായ കുടുംബത്തിൽ അങ്ങനെ ഞാൻ വിളിക്കുന്നു. ഇപ്പോൾ എൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഈ ക്രൈസ്തവ എഴുത്തുപുര കുടുംബത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി അന്തർദേശീയ തലത്തിൽ, നാഷണൽ ലെവലിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ കുടുംബാംഗങ്ങളെയും എനിക്കറിയാം. ഇതിൽ മിക്കവരും എനിക്ക് കർത്താവിൽ ഏറെ പ്രിയപ്പെട്ടവരാണ്. ഇങ്ങനെ അല്പം വിദൂരതയിലെങ്കിലും ഒരുമിച്ച് കാണുവാനും ഒക്കെ കഴിയുന്ന ഒത്തിരി സന്തോഷമാണ്. ഇത് ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹിതരെയും ഈ സമയം ഞാൻ വന്ദനം ചെയ്യുന്നു. ഇതൊരു ആത്മീക ശുശ്രൂഷ കൂടെയാണല്ലോ. അതുകൊണ്ട് പ്രിയ ബ്ലെസൻ പാസ്റ്റർ ഷെയർ ചെയ്ത ആ സന്ദേശത്തിലെ ഒരു വാക്ക് ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. തിരിച്ചറിവ്. ഈ രാത്രിയിൽ അങ്ങനെ ഒന്ന് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ ചെയ്താൽ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുകയാണ്. ഹല്ലേലൂയ. ഇത് ഒരുമിച്ച് ഉള്ളൊരു ശുശ്രൂഷയായി നമ്മൾക്ക് അറിയാവുന്നൊരു പഴയ 4 വരികളൊന്ന് പാടി ഈ സെഷനിലേക്ക് നമുക്കൊന്ന് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ
ഒരു തിരിച്ചറിവ്. യെസ്. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നോ ഞാനറിയുവ. പാടിക്കും. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നോ ഞാനറിയുവ. എൻ മാനം പുതുക്കി മാറിടുന്നേ നിത്യം. നിന്ദ്യമാണ് നീക്കി ലോകലാവണ്യം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം. യെസ് ലോർഡ്. ഈ ശുശ്രൂഷയിൽ പ്രിയ കർത്തദാസൻ ആ സന്ദേശത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ പ്രവർത്തികളെ, ക്രൈസ്തവ എഴുത്തുപുരയുടെ പ്രവർത്തികളെ ഞാൻ മനസ്സിലാക്കുന്ന വിവിധ മേഖലകളിൽ ഈ കുടുംബം വളരെ ഉത്സാഹികളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ആത്മീക മേഖലയിൽ മാത്രമല്ല സാമൂഹികമായി, മാധ്യമ രംഗത്ത്, കാരുണ്യ രംഗത്ത് വളരെ ഉത്സാഹികളായ ഒരു കൂട്ടം യുവസ്നേഹിതന്മാർ ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു സന്ദേശം, അതൊരു പാട്ടായിട്ട് ദൈവം എനിക്ക് തന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന. പ്രിയ സഹോദരങ്ങൾ, ഈ മീറ്റിങ്ങിൻ്റെ അനൗൺസ് ചെയ്ത സമയത്തും ആ വാക്കുകൾ, ആ വരികൾ ഉപയോഗിച്ചു. ഇന്ന് രാത്രി നമുക്കതൊന്ന് ഒരുമിച്ച് പറയാം. അപ്പാ, എൻ്റെ പ്രവൃത്തിയും എൻ്റെ ജീവിതവും എൻ്റെ ജീവിത ശൈലിയും ഒന്ന് ആരാധനയാക്കി തീർക്കണമേ. ആ പ്രാർത്ഥനയോടെ നമുക്ക് ഈ സെഷനിലൊന്ന് തുടർന്ന് പങ്കുചേരാം. ഇത് എടുത്ത് പാടുമ്പോൾ എൻ്റെ എല്ലാ സ്നേഹിതരെയും ഞാൻ എൻകറേജ് ചെയ്യുന്നു, എന്നോട് ചേർന്ന് ഈ വരികളൊന്ന് അനുഭവമാക്കുകയും. എൻ്റെ ജീവിതമാണെൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാ. എൻ്റെ ജീവിതമാണെൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമാ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമാ. ആരാധ്യനാം ദൈവത്തിൻ ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എൻ്റെ യേശുവിൻ എൻ്റെ സ്നേഹമാണ് ആരാധന. അപ്പൊ അങ്ങയോടുള്ള സ്നേഹമായി ഈ ബന്ധമാണ് ആരാധന. സ്വർഗപിതാവിൻ മാർവിൽ ചേർത്തതിനാൽ ഈ ബന്ധമാണ് ആരാധന. സ്വർഗപിതാവിൻ മാർവിൽ ചേർത്തതിനാൽ ഈ ബന്ധമാണ് ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വച്ചതിനാൽ ഏതു നേരത്തും ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വച്ചതിനാൽ ഏതു നേരത്തും ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. എൻ്റെ സ്നേഹമാണ് ആരാധന. ഈ രാത്രിയിൽ നമുക്കതൊന്ന് ഒരുമിച്ച് പറയാം. അരുമനാഥന്റെ കാൽക്കൽ പകരുന്ന തൈലമായി നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും തീരട്ടെ.
എന്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാം നല്ല തൈലമാണ് ആരാധന. എന്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാം നല്ല തൈലമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എന്റെ ദൗത്യമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എന്റെ ദൗത്യമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. ഹല്ലേലൂയ. ഈ ജീവിതവും ആരാധനയും നയിക്കുന്നത് മനുഷ്യനല്ല, പരിശുദ്ധാത്മാവാണ്. ദൈവാത്മാവ് നടത്തുന്ന മക്കളെല്ലാം കരങ്ങളൊന്ന് തട്ടിച്ചേർന്ന് പരിശുദ്ധാത്മാവെന്നെ നയിക്കുന്നതാ എന്നും പുതിയതാണ് ആരാധന. പരിശുദ്ധാത്മാവെന്നെ നയിക്കുന്നതാ എന്നും പുതിയതാണ് ആരാധന. തിരുസാന്നിധ്യമെന്നിൽ നിറയുന്നതാ ഏതസേറുമി ആരാധന. തിരുസാന്നിധ്യമെന്നിൽ നിറയുന്നതാ തേജസ്സേറുമി ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. ഹല്ലേലൂയ. എന്റെ സ്നേഹമാണ് ആരാധന എന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പറയുവാൻ കർത്താവ് കൃപ തരട്ടെ. ഞാൻ ആ പറഞ്ഞ വാക്കുകളിൽ ഒന്ന് എൻ്റെ ബന്ധമാണ് ആരാധന. യെസ്, അവർ റിലേഷൻഷിപ്പ് വിത്ത് അവർ ഗാഡ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അവർ വർഷിപ്പ്. ഇന്ന് രാത്രിയിൽ നമ്മൾ പാടുന്നുണ്ട്, നമ്മൾ എഴുതുന്നവരാണ്, പ്രവൃത്തികളാൽ കർത്താവിന് മഹത്വം കൊടുക്കുന്നവരാണ്. പക്ഷേ ഇതെല്ലാം പൂർണ്ണമായി തീരുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ വലുപ്പമോ വാക്കിൻ്റെ വലുപ്പമോ പാട്ടിൻ്റെ മാധുര്യമോ അല്ല, മറിച്ച് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒന്ന് ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു അത് നമ്മുടെ ആരാധനയെ കുറച്ചും കൂടെ അർത്ഥപൂർണമാക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. എനിക്ക് ഏറ്റവും ഉത്തമമായി ആരാധിക്കുവാൻ ഇന്ന് രാത്രിയിലും വകയുണ്ട്. കാരണം എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തെ തൊട്ടു, അവിടുന്ന് എൻ്റെ മുറിവിൽ തലോടി. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഈ വരികൾ കേൾക്കുകയും ധ്യാനിക്കുകയും മനസ്സുകൊണ്ട് ഇത് അനുഭവമാക്കിയവർക്കെല്ലാം എന്നോട് ചേർന്ന് പാടുവാൻ കർത്താവ് കൃപ തരട്ടെ. ഹൃദയത്തെ തൊട്ട മുറിവിൽ തലോടിയ നല്ല കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഞാനിങ്ങനെ വിശ്വസിക്കുന്ന ആ സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നത്. നമുക്ക് കർത്താവിനോട് പറയാം, ഏറ്റവും ഉത്തമമായി ആരാധനയായി അപ്പായോട് ആരാധനയായി. എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീ പോലെ മൃദുലം എന്റെ ഹൃദയത്തെ തൊടുവ മുറിവിൽ തലോടുവ. യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുവാൻ
നീനക്ഷതയില്ലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നീനക്ഷതില്ലോ. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ എനിക്കേറ്റ പ്രിയമുള്ള നാഥൻ, എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു. എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. ഹല്ലേലൂയ. മരുഭൂമി പോലുള്ള ജീവിത സാഹചര്യത്തിൽ സ്നേഹക്കൊടി കൊണ്ട് നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന നല്ല കർത്താവിനെ, അതെ, നാം ആദ്യം സ്നേഹിക്കുകയല്ലായിരുന്നു, മറിച്ച് അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ അവിടുത്തെ നാമത്തെ സ്നേഹിക്കും. അവിടെ നമ്മളെ തെരഞ്ഞെടുത്തു, അവിടെ നമ്മളെ വലിച്ചടുപ്പിച്ചു. ആരാധനയോടെ ആ അനുഭവം ഒന്ന് പങ്കുവെച്ച് താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. മരുഭൂമിയിൽ അർദ്ധപ്രാണന ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. മരുഭൂമിയിൽ അർദ്ധപ്രാണന ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കോടി എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. എന്റെ ഹൃദയത്തെ തോടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നീനക്ഷതില്ലോ. ഹല്ലേലൂയ. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു. ഹല്ലേലൂയ. യെസ്, ഈ രാത്രിയിലും ഈ ശുശ്രൂഷയിൽ കർത്താവ് വലിയ പ്രത്യാശ പകരുന്നു, ധൈര്യം പകരുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ വേദനകൾ ഉണ്ടെങ്കിലും ഒരുക്കുന്ന ഭവനത്തിൽ വേദനകളില്ലാത്തതിനാൽ പ്രത്യാശയോടെ നമുക്കൊന്ന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. സ്വർഗഭവൻ ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിന കാത്തിരുന്ന് സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. ചേർന്ന് പറഞ്ഞു. സ്വർഗഭവനം
ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്ന് സ്നേഹമെന്നിൽ ദീനം തോറും വർദ്ധിച്ചിടുന്നേ. എൻ്റെ ഹൃദയത്തെ തോടു മുറിവിൽ താനോടുക യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നനച്ചതില്ല. പതിനായിരത്തിൽ അതിശ്രേഷ്ഠ എനിക്കേറ്റ പ്രിയമുള്ള നാഥൻ എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരനേഷ്. അപ്പാ എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനാ എഴുതിയ ഗീതം ഒരു പനി നീ പൂ പോലെ മൃദു. ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതം ആരാധനയാക്കി തീർക്കണമേ. യേശു കർത്താവിനോടുള്ള ഞങ്ങളുടെ സ്നേഹം ആരാധനയാക്കി തീർക്കണമേ. ഈ രാത്രിയിൽ എന്നോടൊപ്പം പങ്കുചേർന്നിരിക്കുന്ന ക്രൈസ്തവ എഴുത്തുപുര കുടുംബത്തിലെ എല്ലാ സ്നേഹിതരും ജീവിതം ആരാധനയാക്കി, ബന്ധം ആരാധനയാക്കി ദൈവസന്നിധിയിൽ തീർത്തവരാണ്. എനിക്ക് നിങ്ങളിൽ ചിലരുടെ പ്രവൃത്തികളെ നേരിൽ അറിയാം. പ്രത്യേകിച്ച് പ്രിയ ബ്ലെസൻ പാസ്റ്റർ ചില നാളുകൾക്ക് മുമ്പ് കേരളം വലിയൊരു പ്രളയത്തിലൂടെ കടന്നുപോയപ്പോൾ പ്രിയ ദേവദാസിൻ്റെ ആ ശുശ്രൂഷകളെ നേരിൽ കാണുവാൻ എനിക്കും കർത്താവ് ഭാഗ്യം തന്നു. കർത്താവിനെ സ്നേഹിച്ചാൽ, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രിസ്തു നമുക്ക് കാട്ടിത്തന്ന മാതൃകയെ പിന്തുടരുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഇന്ന് രാത്രിയിൽ ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം വർദ്ധിക്കുക മാത്രമല്ല, നമ്മുടെ ഓരോ പ്രവൃത്തികളിലും എരിഞ്ഞു തീരുന്നത് പോലെ. എന്നെ കേൾക്കുന്ന പ്രിയ യുവസ്നേഹിതരെ, കർത്താവ് തന്ന ഈ നല്ല പ്രായം ഒരിക്കലും കരിന്തിരികളായിട്ടല്ല, ഒളിച്ചിരിക്കുന്ന വിളക്കുകളായിട്ടല്ല, നിറദീപങ്ങളായി. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വാക്കുകൾ, പാട്ടുകൾ, പ്രവൃത്തികൾ, ഊർജ്ജസ്വലമായ ഓരോ രംഗങ്ങളിലും ആ പ്രകാശം പുറത്തു വരുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ലോകം വെളിച്ചം കാണും. ഹല്ലേലൂയ, ക്രിസ്തുവിനെ കാണും. കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവ് അങ്ങനെ ഒരു വരി അടിയന് തന്നു. യേശുവേ, ഈ സ്നേഹത്തിൽ എൻ്റെ ജീവിതത്തെ നിറദീപമാക്കി തീർക്കണമേ. ഈ രാത്രി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഈ കുടുംബം ലോകത്തിൻ്റെ വെളിച്ചമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. നിറദീപമായി എന്നെ തീർത്തവനെ, ഇരുൾ നീക്കി ഒളിയെ തന്നവനെ, നിറദീപമായി എന്നെ തീർത്തവനെ, ഇരുൾ നീക്കി ഒളിയെ തന്നവനെ, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവമേ, പുകഴാനായി ഒന്നുമില്ലേ മൺചിരാതെ, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവമേ, പുകഴാനായി ഒന്നുമില്ലേ മൺചിരാതെ, എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കാ, എരിവോടെ അന്ത്യം വരെ, എരിഞ്ഞു
എരിവോടെ അന്ത്യം വരെ ഇനിയില്ല ഞാൻ, സർവം യേശു മാത്രം. അപ്പാ ഇനിയില്ല ഞാൻ, സർവം യേശു മാത്രം. ചാരം മൂടിക്കടന്ന നമ്മെ അവിടുന്ന് തേജസ്സുള്ളതാക്കി തീർത്തതിനായി നന്ദി പറഞ്ഞേ. ചാരം മൂടിയോരായുസ്സിനെ തീക്കനലായി തീർത്തു ദൈവസ്നേഹം. ചാരം മൂടിയോരായുസ്സിനെ തീക്കനലായി തീർത്തു ദൈവസ്നേഹം. ആശ്ചര്യമേ ഇതു ഞാൻ തന്നെയോ നാഥ, എന്തു കണ്ടു ഇത്ര പ്രഭയേകുവാൻ. ആശ്ചര്യമേ ഇതു ഞാൻ തന്നെയോ നാഥ, എന്തു കണ്ടു ഇത്ര പ്രഭയേകുവാൻ. എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കായി, എരിവോടെ അന്ത്യം വരെ. പറഞ്ഞ് എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കായി, എരിവോടെ അന്ത്യം വരെ. ഈ ലോകത്തിന്റെ വിളക്കുകളായ നമ്മെ അവിടുന്ന് തന്റെ നിത്യഭവനത്തിൽ നക്ഷത്രങ്ങളെ പോലെ നിർത്തുമെന്നുള്ളത് വചനമാണ്. ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ, നക്ഷത്രങ്ങളെ പോലെ എൻ്റെ എല്ലാ കേൾവിക്കാരും ആ നിത്യഭവനത്തിൽ നിൽക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. ശോഭയേറും നിത്യ ഗേഹമാതിൽ നക്ഷത്രം പോലെന്നെ നിർത്തിയിടണേ. ശോഭയേറും നിത്യ ഗേഹമാതിൽ നക്ഷത്രം പോലെന്നെ നിർത്തിയിടണേ. നീതി സൂര്യൻ തന്റെ വാത്സല്യ കൈകളാൽ ആനന്ദ കണ്ണീർ തുടച്ചിടണേ. നീതി സൂര്യൻ തന്റെ വാത്സല്യ കൈകളാൽ ആനന്ദ കണ്ണീർ തുടച്ചിടണേ. എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കായി, എരിവോടെ അന്ത്യം വരെ. പറഞ്ഞേ എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കായി. Make it a prayer. ഈ രാത്രിയിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോ ഈ ചെറിയ ആയുസ് എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കായി, എരിവോടെ അന്ത്യം വരെ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഈ രാത്രിയിലെ ശുശ്രൂഷയിൽ പ്രിയ ക്രൈസ്തവ എഴുത്തുവരെ കുടുംബത്തോട്, എന്റെ പ്രിയ കേൾവിക്കാരോട് പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ മൂടുന്നു, കൂരിരുട്ട് ജാതികളെ മൂടുന്നു, പക്ഷെ നിന്റെ മേലോ യഹോവ പ്രകാശിക്കും. ഇന്ന് രാത്രിയിൽ ആ വചനം അറിയുന്നവരെല്ലാം കരമുയർത്തി ഒന്ന് ആമേൻ പറഞ്ഞ് കർത്താവേ ഈ ശുശ്രൂഷയെ, എസ്പെഷ്യലി ഇന്ന് രാത്രിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ യൂണിറ്റിനെ കർത്താവേ നിറദീപമായി എരിഞ്ഞു പ്രകാശിക്കുന്ന ഒരു കൂട്ടമാക്കി അങ്ങ് നിർത്തണമേ കർത്താവേ. യെസ്, ഹല്ലേലൂയ. ഇനിയില്ല, യേശു മാത്രം. ഇനിയില്ല ഞാൻ, സർവം യേശു മാത്രം. ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സ്നേഹത്തിന് ഏറിയ വെള്ളങ്ങൾക്ക് സ്നേഹത്തെ കെടുത്തുവാൻ കഴിയില്ല, അല്ലേ? ഞാനിങ്ങനെ പറയുന്നു, ഒത്തിരി പ്രതിസന്ധികളിലൂടെ ഈ ദിനങ്ങൾ നാം കടന്നു പോകുന്നുണ്ട്. പക്ഷെ കർത്താവിനോടുള്ള സ്നേഹത്തെ കെടുത്തുവാൻ ഈ പ്രതിസന്ധികളോ ഒന്നും പര്യാപ്തമല്ല. യെസ്, നമ്മൾ നാടൻ ഭാഷ ഇങ്ങനെ ഒരു വാക്കൂടെ പറയാറുണ്ട്, ഈ പ്രേമത്തിന് കണ്ണില്ലെന്ന്. ഇന്ന് രാത്രിയിൽ കർത്താവിനോടുള്ള സ്നേഹത്തിലാണ് നമ്മുടെ പ്രവൃത്തികളെങ്കിൽ പിന്നെ
പ്രതിസന്ധിയോ മഹാമാരിയോ ഒന്നും ഈ ദിനങ്ങളിൽ വിഷയമല്ല. ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഇതിലെ ഓരോ സഹോദരങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പ്രിയ ജിനുസാറൊക്കെ ഈ വാതിലുകളൊക്കെ അടഞ്ഞില്ലായിരുന്ന ഒരു 2-3 മീറ്റിങ്ങുകൾ ക്യാമ്പ് ഉൾപ്പെടെ നടത്തേണ്ട സമയം കഴിഞ്ഞു. യെസ്, നമ്മളൊക്കെ ഇങ്ങനെ ഒരു പരിധി വരെ ഇങ്ങനെ വളരെ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു വാതിലുകൾ അടഞ്ഞു കിടക്കുമ്പോഴും സുവിശേഷത്തിൻ്റെ വാതിൽ അടഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയെക്കുറിച്ച് പ്രിയ പാസ്റ്റർ ജിബിൻ എന്നെ വിളിച്ച് ഈ മീറ്റിങ്ങിൻ്റെ കാര്യം കണക്ട് ചെയ്തപ്പോൾ, എസ്പെഷ്യലി പ്രിയ ബ്ലേസ് പാസ്റ്റർ അതുപോലെ പ്രിയ റോബിൻ പാസ്റ്ററൊക്കെ ഈ ടീമിന് നേതൃത്വം നൽകുമ്പോൾ ഈ ദേശത്തെക്കുറിച്ച്, ആലപ്പുഴയെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ചിത്രമുണ്ട്. നമുക്കറിയാം തീരദേശം ഉൾപ്പെടെ കുട്ടനാട് ഉൾപ്പെടെ വളരെ പ്രകൃതി രമണീയമായ ഒരു ജില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ദുരിതക്കടലുകളെല്ലാം ഈ ദേശം എപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട്. യെസ്, അത് പ്രളയമായാലും സുനാമി ആയാലും കോവിഡ് ആയാലും ഏറ്റവും സഫർ ചെയ്യുന്ന ഒത്തിരി പേര്, ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു ക്രൈസ്തവ എഴുത്തുപേരുടെ ഈ കുടുംബം ആ ജില്ലയ്ക്കൊരു അനുഗ്രഹമായി തീരും. അല്പം മുമ്പ് നമ്മൾ പാടിയതുപോലെ ഒരു വെളിച്ചമായി നിറദീപമായി ആ ദേശത്ത് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ആലപ്പുഴയെക്കുറിച്ച് ഈ വർഷം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ അതൊന്ന് പങ്കുവെച്ച് അടുത്ത പാട്ട് പാടാം. കർത്താവ് ഈ ലോക്ക്ഡൗണിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് അത് ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ ആലപ്പുഴയിലേക്കാണ് ആദ്യം വിട്ടത്. അവിടെ ഉള്ള തീരപ്രദേശത്തും വയൽ പ്രദേശത്തും ഒക്കെ ചെന്നപ്പോൾ വളരെ തദ്ദേശീയരായിട്ടുള്ള സാധാരണ ജനങ്ങളെ കണ്ടു. കർത്താവ് തന്ന പാട്ട് കെണി എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഞങ്ങൾ പാടുന്ന സമയത്തും വീഡിയോ എടുക്കുന്ന സമയത്തും ഒക്കെ പലപ്പോഴും ഇത് ഷെയർ ചെയ്തിട്ടാണ് അത് പാടിയത്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, വളരെ റിസപ്റ്റീവായി, വളരെ സ്നേഹസമ്പന്നരായി, ഏറ്റവും നിഷ്കളങ്കരായ ഒരു കൂട്ടം ആളുകളെ ആ ജില്ലയിൽ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. പാട്ടിൻ്റെ വരിക്കകത്ത് കെണിയുണ്ട് സൂക്ഷിക്കണേ എന്നുള്ള വാക്കുകൾ അത് ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഒരു ഭാഗമാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, കർത്താവിൻ്റെ വരവിന് മുമ്പായി ലോകത്തെ പല സംഭവങ്ങളും നാം ഇപ്പോൾ എക്സാക്ട്ലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല അനിശ്ചിതത്വങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങൾ, മഹാവ്യാധികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ആ ദിനം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും. ആകയാൽ നിങ്ങൾ ഉണർന്നിരിക്കണം, പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കണം. അല്ലെങ്കിൽ ഹൃദയം ഉപജീവന ചിന്തകളാലും മറ്റുമൊക്കെ ഭാരപ്പെട്ടു പോകും. നമ്മൾ മിസ് ചെയ്യും ആ ദിനം. ഈ സന്ദേശമാണ് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, മറ്റേത് സ്ഥലങ്ങളിൽ ഇത് പബ്ലിക്കിലായിരുന്നു അത് പാടിക്കൊണ്ടിരുന്നതും ഷെയർ ചെയ്തതുമെല്ലാം. പക്ഷേ അവർ കണ്ണീരോടെ വചനം പാട്ടുമൊക്കെ സ്വീകരിച്ചത് ഞാൻ ആ ദേശത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുവാൻ ആഗ്രഹിക്കുന്നൊരു ചിത്രമാണ്. ആലപ്പുഴ എന്തുകൊണ്ടും അനുഗ്രഹീതമായൊരു ജില്ലയാണ്. മറ്റ് യൂണിറ്റുകളിൽ നിന്ന് പങ്കുചേർന്നവർ നമ്മൾ ഒരുമിച്ച് ഇന്ന് ഈ ചുമതലയേറ്റിട്ടുള്ള സഹോദരങ്ങളിലൂടെ ആ ദേശം പിടിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ മറന്നുപോകല്, നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും ഒന്നാമത് നിൽക്കേണ്ടത് സുവിശേഷം തന്നെയാണ്. കാരണം അത് പങ്കുവയ്ക്കാനാണ് സ്വർഗം നമ്മളെ പരമപ്രധാനമായി ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സത്യം അറിയാത്തവരോട് ഒന്ന് പങ്കുവയ്ക്കണം. കെണി ഉണ്ടെന്നറിയാത്ത ഒത്തിരി പേരുണ്ട്. യെസ്, വരുവാനുള്ള ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത ദിനത്തിൽ അവരെല്ലാം എടുക്കപ്പെടുവാൻ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ സ്വർഗീയ പിതാവ് ആരും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല ഹൃദയമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവം തരുന്ന മാധ്യമങ്ങളിലെല്ലാം അത് പങ്കുവയ്ക്കാൻ കർത്താവ് കൃപ തരട്ടെ. ഈ വരികൾ കേൾക്കുമ്പോൾ ആ വാക്യം പറഞ്ഞ് ഈ പാട്ടിലേക്കൊന്ന് പ്രവേശിക്കുകയാണ്. കെണി പോലെ ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും. യെസ്, ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീ. കെണിയുണ്ട് സൂക്ഷിക്കണേ, കരുതാതിരും നീടല്ലേ. കെണിയുണ്ട് സൂക്ഷിക്കണേ, കരുതാതിരും നീടല്ലേ. യേശു വരുന്നേ, ആ വരവിന്റെ നാൾ നമുക്ക് ഗുണമായി തീർന്നിടണേ. യേശു വരുന്നേ, ആ വരവിന്റെ നാൾ നമുക്ക് കെണിയായി തീർന്നിടല്ലേ. കെണിയുണ്ട് സൂക്ഷിക്കണേ, കരുതാതിരും നീടല്ലേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടർക്ക് കർത്താവിന്റെ ആദ്യത്തെ വരവ് കെണിയായി തീർന്നു. കേട്ടെ,
2000 ആണ്ട് മുമ്പ് യേശു ഒന്നു വന്നേ, ഏറെ ആശയോടെ വന്നേ, സ്വന്ത ജനത്തിലേക്ക് വന്നേ. 2000 ആണ്ട് മുമ്പ് യേശു ഒന്നു വന്നേ, ഏറെ ആശയോടെ വന്നേ, സ്വന്ത ജനത്തിലേക്ക് വന്നേ. അവരോ കൈക്കൊണ്ടില്ല, അറിവുള്ളവർ തിരിച്ചറിഞ്ഞില്ല. അവരോ കൈക്കൊണ്ടില്ല, അറിവുള്ളവർ തിരിച്ചറിഞ്ഞില്ല. അവര് ക്രൂശിൽ തറച്ചു കൊന്നേ. അവര് ക്രൂശിൽ തറച്ചേ, ഈശൻ നൊന്തു പിടഞ്ഞേ. അവര് ക്രൂശിൽ തറച്ചേ, ഈശൻ നൊന്തു പിടഞ്ഞേ. എന്തോരം പാതകം ചെയ്തേ, അവർക്കന്നതു കെണിയായി തീർന്നേ. എന്തോരം പാതകം ചെയ്തേ, അവർക്കന്നതു കെണിയായി തീർന്നേ. എന്നാൽ അറിവില്ലാത്ത പഠിപ്പില്ലാത്ത മുക്കുവന്മാരും, ആർക്കും വേണ്ടാതെ അവഗണിച്ച സാധുജനങ്ങളും. എന്നാൽ അറിവില്ലാത്ത പഠിപ്പില്ലാത്ത മുക്കുവന്മാരും, ആർക്കും വേണ്ടാതെ അവഗണിച്ച സാധുജനങ്ങളും. അവര് നിത്യ വെളിച്ചം കണ്ടേ, നിത്യരക്ഷയെ പൂണ്ടേ. നിത്യ വെളിച്ചം കണ്ടേ, നിത്യരക്ഷയെ പൂണ്ടേ. ഹല്ലേലൂയ. ഈ 2020 ദിനങ്ങളിലും ആ കെണി മറന്നു പോകല്ലേ. കാരണം രണ്ടാമത് യേശു വീണ്ടും വേഗത്തിൽ വരുന്നു. രണ്ടാമത് യേശു വീണ്ടും വേഗത്തിൽ വരുന്നേ, ഇതാ വേഗത്തിൽ വരുന്നേ, തന്റെ ദൂതരത്തു വരുന്നേ. രണ്ടാമത് യേശു വീണ്ടും വേഗത്തിൽ വരുന്നേ, ഇതാ വേഗത്തിൽ വരുന്നേ, തന്റെ ദൂതരത്തു വരുന്നേ. മൺമറഞ്ഞ വിശുദ്ധരുയർക്കുമേ, മണ്ണിൽ നിന്നു നാമം ഉയരുമേ. ഈ മൺമറഞ്ഞ വിശുദ്ധരുയർക്കുമേ, ഈ മണ്ണിൽ നിന്നു നാമം ഉയരുമേ. ആ വരവ് നഷ്ടമായ സങ്കടമാണ്. എല്ലാം അറിഞ്ഞിരുന്നിട്ടും, എല്ലാം പഠിച്ചിരുന്നിട്ടും, എല്ലാം അറിഞ്ഞിരുന്നിട്ടും, എല്ലാം പഠിച്ചിരുന്നിട്ടും ആ വരവ് മറന്നു ജീവിച്ചിടുകിൽ ആ ദിവസം പെട്ടെന്ന് കെണിയായി തീരുമേ. ആ വരവ് മറന്നു ജീവിച്ചിടുകിൽ ആ ദിവസം പെട്ടെന്ന് കെണിയായി തീരുമേ. എന്നാൽ ഉണർന്നും പ്രാർത്ഥിച്ചും ഒരുങ്ങി നിന്ന വിശുദ്ധ കൂട്ടവും, മനുഷ്യദൃഷ്ടിയിൽ പിൻപരായ സാധുജനങ്ങളും. ഉണർന്നും പ്രാർത്ഥിച്ചും ഒരുങ്ങി നിന്ന വിശുദ്ധ കൂട്ടവും, മനുഷ്യദൃഷ്ടിയിൽ പിൻപരായ സാധുജനങ്ങളും. അവർ യേശുവിന്റെ കൂടെ നിത്യകാലം വാഴും. അവർ യേശുവിന്റെ കൂടെ നിത്യകാലം വാഴും. അവർ യേശുവിന്റെ കൂടെ നിത്യകാലം വാഴും. ഹല്ലേലൂയ. ഉണർന്നിരിക്കുന്നവർക്ക്, ഒരുങ്ങിയിരിക്കുന്നവർക്ക് ആ ദിനം കെണിയല്ല, അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആ വലിയ ആഹ്വാനം നമ്മുടെ ശുശ്രൂഷയിൽ പങ്കുവെക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഇത് ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും, ജീവിതങ്ങളിലും, ഭവനങ്ങളിലും കർത്താവ് അവിടുത്തെ വരവിൽ അവിടുത്തെ മാറോട് ചേർക്കുന്ന പ്രിയ മക്കളാക്കി നമ്മളെ എല്ലാവരെയും ഈ ദിനങ്ങളിൽ ഒരുക്കി നിർത്തട്ടെ. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു കാര്യം കർത്താവ് പ്രത്യേകം പറഞ്ഞു. യജമാനൻ വരുമ്പോൾ തൻ്റെ വേലയെ, തന്നെ ഭരമേൽപ്പിച്ച ദൗത്യത്തെ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്ന വേലക്കാരനാണ് ഭാഗ്യവാൻ. ക്രൈസ്തവ എഴുത്തുകാരുടെ കുടുംബത്തെ നോക്കി, ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട യൂണിറ്റിനെ നോക്കി ഞാൻ അത് തന്നെ ആശംസിക്കുന്നു. ഒട്ടും ഡിലേ ഇല്ലാതെ കർത്താവ് തരുന്ന ഓരോ ദൗത്യങ്ങളും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ, നിറപടിയായി പൂർത്തീകരിച്ച് ഒടുവിൽ ആ ഭാഗ്യകരമായ പ്രത്യാശയോടെ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മഹത്വത്തിൽ ഒന്നു ചേരാം. ആ നാൾ ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. കാരണം ഒരുങ്ങിയിരിക്കുന്നവർക്കത് കെണിയല്ല, അനുഗ്രഹമാണ്. ഇന്ന് രാത്രിയിൽ ആ ഭാഗ്യകരമായ പ്രത്യാശയുള്ള എല്ലാവരും എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്.
കരങ്ങളെല്ലാം തട്ടി. ഓ ആനന്ദത്തോടെ എന്റെ പ്രാണപ്രിയനെ പ്രത്യാശ കാരണനെ നിന്റെ വരവ് നനയ്ക്കുമ്പോ എനിക്ക് ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനെ പ്രത്യാശ കാരണനെ നിന്റെ വരവ് നനയ്ക്കുമ്പോ എനിക്ക് ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ചേർന്ന് പാടും. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഹല്ലേലൂയ. ഗോതമ്പ് മണി പോലെ നമ്മുടെ ഈ ചെറിയ ആയുസ് നമുക്ക് കർത്താവിന് കൊടുക്കാം. അത് 30, 60, 100 മേനിയായി. ഈ ദിനങ്ങളിൽ ചെറിയ കഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും സാരമില്ല. അവിടുത്തെ പദ്ധതികളെ നിറവേറ്റി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. അപ്പൊ അങ്ങയുടെ എല്ലാ പ്ലാനിനായി നന്ദി കർത്താവേ. ഉത്സാഹത്തോടെ നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിന് ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിന് ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. ആയതിനാലെ കൺവശം നീക്കി കർത്തനെ നോക്കിടാം. സ്വർഗീയ താതന്റെ ഇഷ്ടങ്ങൾ ചെയ്തു സ്വർപ്പുരം പോകിടാം. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദത്തോടെ ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഹല്ലേലൂയ. കണ്ണീരോടെ വിതച്ചവർ ആർപ്പോടെ കൊയ്യുന്ന നാൾ വരുന്നു. നന്ദി. അവിടുത്തെ വരവ് ഓർക്കുമ്പോൾ ആനന്ദത്തോടെ നമുക്ക് കരം തട്ടി ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുയരുന്ന നാൾ വരുന്നു. ഗോതമ്പ് മണി പോൽ മണ്ണിൽ നമ്മുടെ ജീവനെ ത്യജിച്ചിടാം. ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഓർത്തിടല്ലേ. ഗോതമ്പ് മണി പോൽ മണ്ണിൽ നമ്മുടെ ജീവനെ ത്യജിച്ചിടാം. ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഓർത്തിടല്ലേ. അന്ത്യനാളിൽ 100 മേനി കാഴ്ച വച്ചിടുമ്പോൾ സ്വർഗീയ സൈന്യമാർപ്പുനാദമുച്ചത്തിൽ മുഴക്കുമേ. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ചേർന്ന് ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ എന്റെ പ്രാണപ്രിയനെ പ്രത്യാശ കാരണനെ നിന്റെ വരവ് നനയ്ക്കുമ്പോ എനിക്ക് ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനെ പ്രത്യാശ കാരണനെ നിന്റെ വരവ് നനയ്ക്കുമ്പോ എനിക്ക് ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഭവനങ്ങളിൽ കരങ്ങളൊക്കെ ഒന്ന് തട്ടി കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെല്ലാം ഒന്ന് പറഞ്ഞേ ആനന്ദമേറെയുണ്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. ശബ്ദമെല്ലാം ഉയർത്തി ആനന്ദത്തോടെ ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൽ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ഹല്ലേലൂയ. ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്.
കരങ്ങളെല്ലാം ഒന്ന് ചേർത്ത് തട്ടി ഈ രാത്രിയിൽ നമ്മുടെ ആനന്ദം ദൈവസന്നിധിയിൽ. ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നോക്കിയാൽ ആനന്ദിക്കാൻ ഒരു വകയില്ല. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ ഭാഗ്യകരമായി പ്രത്യാശയുള്ള ഓരോ ദൈവമക്കൾക്കും ഇന്ന് രാത്രിയിൽ ആനന്ദമേറെയുണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ തിരുസാന്നിധ്യം കൊണ്ട് ജീവിതങ്ങൾ നിറദീപങ്ങളാക്കി തീർക്കട്ടെ, ജീവിതം ആരാധനയായി തീരട്ടെ. ഞാൻ പറയട്ടെ എൻ്റെ സ്നേഹിതരെ, നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ പ്രവൃത്തിയാലല്ല, നമ്മുടെ പ്ലാനിങ് ഒന്നുമല്ല, കർത്താവിന്റെ കൃപ. നമുക്ക് ആകെ ഇന്ന് രാത്രിയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, ഏറ്റവും അടുത്ത് കർത്താവിന്റെ ആണിപ്പഴുതുള്ള കരം പിടിച്ച് കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യാം. അപ്പായോട് പറയാം, അപ്പാ അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് ദൗത്യം ഏറ്റെടുത്ത പ്രീ യൂണിറ്റിലുള്ള എൻ്റെ എല്ലാ സ്നേഹിതരും അത് തന്നെ പറഞ്ഞേ, അപ്പാ അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യേശുവിൻ കൂടുള്ള യാത്രയാണ് അർത്ഥപൂർണം. യേശുവിൻ കൂടുള്ള യാത്രയാണ് ഭാഗ്യകരമായ. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അന്ത്യം വരെ അത് മതി. യെസ് യെസ്. ഒന്ന് സമർപ്പിച്ച്. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാറോടു ചേർന്നിരുന്ന ഭയമില്ലയേ. എന്റെ യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാറോടു ചേർന്നിരുന്ന ഭയമില്ലയേ. അൻപേറുന്ന കൈകള അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, എന്നെ ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചൂടുമതി, യേശുവന്റെ കൂടെ മതി. അപ്പായോട് പറഞ്ഞു, അന്ത്യം വരെ ആ ചൂടുമതി, യേശുവന്റെ കൂടെ മതി. യെസ്. അപ്പൊ ഈ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഒന്ന് പിരിയട്ടെ. ഇരുളേറുമ്പോഴും അങ്ങ് കൂടെ ഇരിക്കണമേ. ഇരുളേറും രാത്രി വഴിയേതെന്നറിയില്ല, തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്ന കൂടെയുണ്ട് കാവല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്ന കൂടെയുണ്ട് കാവല. പെരുവെള്ളം തോറ്റുപോകും, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. ഈ മഹാവ്യാധിയും തോറ്റുപോകുമേ. വിശ്വസിച്ച്, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാറോട് ചേർന്നിരും. അപ്പാ ഭയമില്ല, അങ്ങ് കൂടുള്ളപ്പോൾ ഭയമില്ലപ്പാ. ഈ രാത്രിയിലും അങ്ങ് പകരുന്ന ധൈര്യത്തിനായി, പ്രത്യാശയ്ക്കായി നന്ദി. വീട്ടിലെത്തുവോളം അവിടെ നമ്മളെ കാക്കും. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ ശുശ്രൂഷയ്ക്കായി വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയും സമയം തരികയും അവസരം തരികയും ഒക്കെ ചെയ്ത എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതരോട്, ദൈവദാസന്മാരോട്, ക്രൈസ്തവ എഴുത്തുകാരുടെ മുഴുവൻ കുടുംബത്തോടും പ്രത്യേകം നന്ദി പറഞ്ഞ് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ബഹുമാനപ്പെട്ട ഡോക്ടർ ബ്രിസം മാമിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ടു. വളരെ നന്ദി. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ വളരെ നമുക്ക് കൈസവെഴുത്തൂരിക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെ ഞാനൊന്ന് പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. ക്രൈസ്തവ എഴുത്തുകാരുടെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം, ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന
ഡാർവിൻ എം വിൽസൺ മധ്യത്തിലുണ്ട്. അതുപോലെ തന്നെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ JP വെണ്ണിക്കുളം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇവർക്ക് ആശംസകളായിട്ട് പറയാൻ ചില സമയങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സമയം അതിനുവേണ്ടി ഉപയോഗിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഡാർവിൻ സാർ ഉണ്ടല്ലോ. ഉണ്ട്, കേട്ടിരുന്നു. ഞാൻ പറയുന്നത് കേട്ട് കാണോ? ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാം. താങ്ക് യു പീറ്റർ സാർ. നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു ആശംസ പറയാനുള്ള ഒരുക്കത്തോടെയല്ല സത്യത്തിൽ ഞാൻ ഇരിക്കുന്നത്. എൻ്റെ വസ്ത്രം കണ്ടാൽ തന്നെ അറിയാം. പക്ഷേ നമ്മളൊരു പ്രോഗ്രാം ആകുമ്പോൾ ഉറപ്പായിട്ടുള്ള പാർട്ടിസിപ്പേഷന്റെ ഭാഗമായി പ്രത്യേകിച്ച് വളരെയധികം ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന ഡോക്ടർ ബ്ലസൻ മേമിനെയും പിന്നെ നമ്മുടെ കേരള ചാപ്റ്ററിൽ അംഗങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകാനുള്ള താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് മുമ്പിലേക്ക് കടന്നു നേതൃത്വനിരയിലേക്ക് ആലപ്പുഴ അവനെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എല്ലാ ദൈവജനങ്ങൾക്കുമുള്ള ക്രിസ്തീയ വന്ദനങ്ങളും എല്ലാ ആശംസകളും ക്രൈസ്തവ എഴുത്തുപുര ആഗോള കുടുംബത്തിൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പേരിലും അതേപോലെ തന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന UAE ചാപ്റ്ററിന്റെ പേരിലുമുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും എല്ലാ സ്നേഹവും നിങ്ങളോട് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനും ഒരുമിച്ച് നിൽക്കുക. ഇതിലൂടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് നമ്മുടെ ഐക്യം. ഏത് കാര്യങ്ങളിലും നമുക്ക് അത് കാണാൻ സാധിക്കും. ഇതുവരെ കർത്താവിന്റെ കൃപ നമ്മളെ നടത്തി, മേലാലും അത് കർത്താവ് നമുക്ക് ധാരാളമായി ചൊരിഞ്ഞു തരുവാൻ ദയയുള്ളവരാണ്. നമുക്കറിയാം. നമ്മുടെ പ്രാർത്ഥനയും ഐക്യതയും എല്ലാം മറ്റുള്ളവർക്ക് മാതൃകയായി തീരട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. JP സാറിന് സംസാരിക്കാം. JP സാർ ഇല്ല കേട്ടോ. JP സാർ കേരള ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ജിനി സാർ ചില വാക്കുകൾ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ ഡോക്ടർ പീറ്റർ ജോയ്, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ബ്ലസൻ മേമന, നമ്മുടെ ജനറൽ പ്രസിഡന്റ് JP, ജനറൽ സെക്രട്ടറി ഡാർവിൻ സാർ, അതുപോലെ തന്നെ ബ്ലസൻ ചെറിയാൻ പാസ്റ്റർ, മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ, വിവിധ ചാപ്റ്ററുകളിൽ നിന്ന് ഇന്ന് മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ കർത്താവായ യേശു നാമത്തിൽ സ്നേഹം അറിയിക്കുകയാണ്. കേരളത്തിൽ ക്രൈസ്തവ എഴുത്തുപുരയുടെ വളർച്ചയെ മുൻനിർത്തിക്കൊണ്ട് 14 ജില്ലകളിലും യൂണിറ്റ് ആരംഭിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷം നമ്മൾ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത്. ഇന്ന് 3ാമത്തെ യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് നടക്കുന്നത്. ഈ മാസത്തിൽ തന്നെ എറണാകുളവും അതുപോലെ തന്നെ വയനാടിന്റെ ഉദ്ഘാടനം ഡേറ്റുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഈ വൈകിയ സമയത്ത് ഇവിടെ രൂപം കൊണ്ട ആലപ്പുഴ യൂണിറ്റിന് ക്രൈസ്തവ എഴുത്തുപുര കേരള കുടുംബത്തിന്റെ എല്ലാവിധമായ പിന്തുണയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ പ്രസിഡന്റ് JP വെണ്ണിക്കുളം പാസ്റ്റർക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു, സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശംസ ഈ തരണത്തിൽ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർമ്മിക്കുന്നു. വളരെ നന്ദി ജിൻ സാറേ. അതുപോലെ ഇപ്പോൾ നന്ദി പറയുന്നതിന് വേണ്ടി പാസ്റ്റർ റോബിൻ എബ്രഹാം ആലപ്പുഴ ജില്ലയിൽ നിന്നുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കണേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികളിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്തവ എഴുത്തുപുരയുടെ ആലപ്പുഴ യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഇത്രത്തോളം വളരെ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിഷിദ്ധമായിരിക്കുന്ന ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. ഈ പ്രവർത്തന ഉദ്ഘാടനം ഇത്രയും അനുഗ്രഹമാക്കി തീർത്ത സർവകൃപാലുവായ ദൈവത്തിന് സകലമാനവും മഹത്വവും
പ്രാരംഭമായി ഞാൻ അർപ്പിക്കുന്നു. സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനും ക്രൈസ്തവ എഴുത്തുപുഴ വൈസ് പ്രസിഡന്റും ശ്രദ്ധ ടീമിന്റെ ഡയറക്ടറുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ പീറ്റർ ജോയ് സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങൾക്ക് ജിൻസാർ അങ്ങനെയാണെങ്കിൽ ജിൻസാറെ ഒന്ന് ഏറ്റെടുക്കാം. സാറേ സാറ് നെറ്റ്വർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാർ നന്ദി പറഞ്ഞിട്ട് ഒരു വാക്ക് നന്ദി പറയാം സാർ. ഓക്കെ, ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരുന്ന പ്രിയ പീറ്റർ ജോയ് അവറുകൾ, ശ്രദ്ധയുടെ ഡയറക്ടറും കേരള ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന പ്രിയ സാറിന് സ്പെഷ്യൽ ആലപ്പുഴ ടീമിന് വേണ്ടിയുള്ള നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട KEയുടെ ജനറൽ ട്രഷറർ പാസ്റ്റർ ബ്ലസൻ ചെറിയനാണുള്ള നന്ദി ദളത്തിൽ അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ കൂടി നമ്മളെ അരയിലേക്ക് നയിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ ബസൻ മേമന അവകളാണ്. പ്രിയ കർത്തദാസനും KE ആലപ്പുഴ ടീമിന് വേണ്ടിയിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് ആശംസകളായി പറഞ്ഞ നമ്മുടെ പത്രത്തിന്റെ ചീഫ് എഡിറ്റർ അയക്കുന്ന അഷേർ മാത്യു, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഡാർവിൻ വിൽസൺ, അതുപോലെ നമ്മുടെ കോഴിക്കോടിന്റെ പ്രസിഡന്റ് സുൽപി തോമസ്, മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ എബിൻ അലക്സ്, സ്റ്റാൻലി അടപ്പനാങ്കണ്ടത്തിൽ, മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് വൈകിട്ട് നമ്മുടെ മീറ്റിംഗ് നടന്നു വന്നു. അതുപോലെ വിവിധ ചാപ്റ്ററുകളിൽ നിന്ന് നമ്മുടെ ദോഹയിൽ നിന്ന്, അതുപോലെ ദുബായിൽ നിന്ന്, മറ്റ് കർണാടകയിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, മറ്റ് ചാപ്റ്ററിൽ നിന്നൊക്കെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്പെഷ്യൽ ഒരു വാക്കിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ലൈവ് നമുക്ക് ചെയ്തു തന്ന ഖത്തർ ചാപ്റ്ററിന്റെ മെമ്പർ അയക്കുന്ന പ്രിയ ബൈജു ബ്രദറാണ്. പ്രിയ സഹോദരനുള്ള നന്ദിയും ഈ ദളത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് കടന്നു വന്ന മറ്റെല്ലാ അംഗങ്ങൾക്കും ലൈവിൽ കൂടി ഞങ്ങൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ ഖത്തർ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. വളരെ നന്ദി ജിൻസാറെ. നമ്മുടെ ഈ മീറ്റിംഗ് ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി പിരിയാം. പാസ്റ്റർ ലൈജു ചെറിയാൻ എറണാകുളത്ത് നിന്ന് എറണാകുളം യൂണിറ്റിൽ ഉള്ള ദേവദാസനെ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടി നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും. താങ്ക് യു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ ഇന്നത്തെ ആലപ്പുഴ യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അനുഗ്രഹീതമായ വചനങ്ങൾ കേൾക്കുവാനും ഗാനശുശ്രൂഷ കേട്ട് ആസ്വദിച്ച് അതിൽ പങ്കുചേരുന്നതിനൊക്കെ ഇടയായതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എറണാകുളം യൂണിറ്റിന്റെ എല്ലാവിധമായ ആശംസകളും ആലപ്പുഴ യൂണിറ്റിന് അറിയിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ എറണാകുളം യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഡിസംബർ 6-ന് നടത്തണം എന്നുള്ള ആഗ്രഹമാണ് ഉള്ളത്. നാളെ ഞങ്ങൾ കൂടുന്ന മീറ്റിംഗിൽ ഡേറ്റ് കൃത്യമായിട്ട് തീരുമാനിക്കും. ഏത് വിധത്തിൽ ഉദ്ഘാടനം നടത്തണമെന്ന് തീരുമാനിക്കും. നിങ്ങളെ ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതാണ്. നിങ്ങളെ എല്ലാവരെയും ആ പ്രവർത്തന ഉദ്ഘാടന മീറ്റിംഗിലേക്ക് ഇപ്പോൾ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ വരണം എന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ നന്നായിരുന്നു ശുശ്രൂഷകളെല്ലാം, വളരെ നന്നായിട്ട് ആസ്വദിച്ചു. സംഘാടകരെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ രാത്രിയിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കൂടുവാൻ, കാണുവാൻ, പരിചയപ്പെടുവാൻ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ഒന്നുകൂടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, അനുഗ്രഹീതമായ വചനം കേൾക്കുവാൻ, ഗാനശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. രാവിലെ മുതൽ ഈ സമയം വരെയും കർത്താവിന്റെ കരുതലും സ്നേഹവും അനുഭവിക്കുവാൻ
ഇടയായതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ് കർത്താവെ. അവിടുത്തെ ദാസൻ ഡോക്ടർ ബ്ലസൻ മേമന ഞങ്ങളെ ആരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതം ഒരു ആരാധനയായി തീരുവാൻ, ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങയുടെ സന്നിധിയിൽ ഒരു ആരാധനയായി സമർപ്പിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ക്രൈസ്തവ എഴുത്തുപുര എന്ന ഈ കുടുംബത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ, കർത്താവെ അവിടുത്തെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി, അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആലപ്പുഴ യൂണിറ്റിലെ സഹോദരങ്ങൾക്കായി, ദേവദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണം, വിശാലമാക്കണം. ആവശ്യമായ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് കൊടുക്കണമേ. അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങൾ കേട്ട അങ്ങയുടെ വചനം പോലെ അവിടുന്ന് ഞങ്ങളെ സൽപ്രവൃത്തിക്കായിട്ട് നിയോഗിച്ചിരിക്കുമ്പോൾ തന്നെ അതിനാവശ്യമായിട്ടുള്ളതെല്ലാം അങ്ങ് മുൻകരുതിയിരിക്കാൻ സ്തോത്രം. അതെല്ലാം ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും സഹോദരങ്ങളെയും അനുഗ്രഹിക്കണം. കർത്താവ് ഞങ്ങളെ ഒരുമിച്ച് സഹായിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ ഈ വിധത്തിൽ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ പിരിയട്ടെ. ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അങ്ങയുടെ ദാസന്മാർക്ക് കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, ആരാധന സ്വീകരിച്ചതിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിക്കണമേ സ്വർഗസ്ഥ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും പ്രത്യേകാല് ആലപ്പുഴ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളോടും കൂടി ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.